മനസ്സിലായില്ലേ? പിന്നെ പിന്നെ മറ്റൊരു വിഷയം ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്നാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ 11 റക്അത്ത് എന്ന് വന്നിട്ടുണ്ടല്ലോ. മുവത്തയിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മറ്റു ചിലരൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ച് എന്താ പറയുന്നത്? എന്താണ് ആ റിപ്പോർട്ടിന്റെ യഥാർത്ഥം? അത് നല്ല ശരിയായ റിപ്പോർട്ട് തന്നെയാണ്. നമ്മൾ വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് തള്ളൂല. അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ദീൻ ആരെയും ബോധ്യപ്പെടുത്താനോ ന്യായം ജയിപ്പിക്കാനോ ഉള്ളതല്ല. പിന്നെന്താണ് ആ റിപ്പോർട്ടിന്റെ യഥാർത്ഥം? ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി അതെടുത്തു വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇപ്പോൾ 20 എന്ന കാര്യം ഒരു നിലക്കും തള്ളാൻ കഴിയാത്ത വിധം സ്ഥിരപ്പെട്ടു തന്നെ. ഒരു തകരാറും അതിനില്ല, ഒരു തകരാറുമില്ല. പിന്നെ എന്താണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അങ്ങനെ വന്നത്? എങ്ങനെ വന്നു? 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നും വന്നിട്ടുണ്ടല്ലോ. എന്താണ് അതിന്റെ യഥാർത്ഥം? അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി പറഞ്ഞത്, ഈ 2 റിപ്പോർട്ടുകൾ തമ്മിൽ വൈരുദ്ധ്യമല്ല, രണ്ടും തമ്മിൽ ഏതില്ല, വൈരുദ്ധ്യമില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ രണ്ട് ഘട്ടങ്ങളെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. അതായത് 2 റിപ്പോർട്ടുകൾ തമ്മിൽ വൈരുദ്ധ്യമാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നിയാൽ അവിടെ എന്ത് ചെയ്യണം? രണ്ടും കൂടി സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് രണ്ടും കൂടി എതിരല്ലാത്ത ഒരു രൂപം അതിന് നൽകാൻ സാധ്യമാണെങ്കിൽ അങ്ങനെ നൽകൽ നിർബന്ധമാണെന്നതാണ് ഏത് ഉസൂല്, ഹദീസിന്റെ ഉസൂല്. അത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ചില്ലറക്കാരനല്ല, മുസ്ലിം ഒന്നടങ്കം അംഗീകരിച്ചു വരുന്ന മഹാനാണ്, മുഹദ്ദിസാണ്, ഫഖീഹും കൂടിയാണ്. മഹാനവറുകൾ പറഞ്ഞത് ഈ 2 റിപ്പോർട്ടുകളും തമ്മിൽ എന്ത് ചെയ്യാം? ജമ്മ ചെയ്യാൻ സാധ്യമാണ്, വൈരുദ്ധ്യമല്ല. അതെന്താണ്? ഫൈന്നഹും കാനൂ യഖൂമൂന ബി11 റക്അത്തൻ, 11 റക്അത്താണ് ആദ്യം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. ഉമർ ഇബ്നു ഖത്താബ് എന്നവരും റസൂലുള്ളാഹിയുടെ 11 റക്അത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. എന്നതുപോലെയുള്ള ഒരു 11 റക്അത്ത് തന്നെയാണ് ഉമർ ഇബ്നു ഖത്താബ് എന്നവരും ആദ്യം നിർദ്ദേശിച്ചത്. പിന്നെ അതെന്തായി? റസൂലുള്ളാഹി തങ്ങൾ നിലനിർത്തുന്നത് പോലെ എല്ലാവർക്കും സാധ്യമല്ലല്ലോ. കാരണം എന്താ? അത് സുബ്ഹി വരെ നീണ്ടു നിൽക്കുന്നതാണ്, 11 റക്അത്തിൽ ഒതുങ്ങുന്നതുമാണ്. അപ്പൊ ഓരോ റക്അത്തും വളരെ ദൈർഘ്യമുണ്ടാകും. അത് എല്ലാവർക്കും സാധിക്കില്ല പല കാരണങ്ങളാലും. അതുകൊണ്ട് ബുദ്ധിമുട്ടായപ്പോൾ പിന്നീട് സുമ്മ കാനൂ യഖൂമൂന ബി20 റക്അത്തൻ, പിന്നീട് അവരെന്ത് ചെയ്തു? 20 റക്അത്ത് നമസ്കരിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് എന്നവർ പിന്നീട് അത് 20 ആക്കുകയും ചെയ്തു. അപ്പൊ ആദ്യ ഘട്ടത്തിൽ റസൂലുള്ളാഹി ചെയ്ത് വന്ന ഒരു 11 റക്അത്തുണ്ട്, എന്നും റസൂലുള്ളാഹി ചെയ്യാറുള്ളത്. അതിന്റെ വിശദ രൂപം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു നിലക്കും ആ ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 8ഉം 3ഉം എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. അത് വളരെ ദുർവ്യാഖ്യാനം നടത്തുന്നതാണ്. വളരെ കൃത്യമായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ തന്നെ വ്യക്തമായ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു 11 തന്നെയാണ് ആദ്യം നടപ്പിലാക്കിയത്. പക്ഷേ അത് അതേ രൂപത്തിൽ നിലനിർത്തുക എന്നത് എല്ലാവർക്കും സാധ്യമല്ലാതെ വന്നു, പ്രയാസകരമാണ്, സ്വാഭാവികമാണ്. അപ്പൊ എന്ത് ചെയ്തു? ആളുകളുടെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അത് മാറ്റി പിന്നെ 20 ആക്കി. അതെങ്ങനെ? ആ 11ന്റെ ദൈർഘ്യം തന്നെ 20 കൊണ്ടുവന്നു. 11ന്റെ ദൈർഘ്യം 20കളിലാക്കി. 20ലാക്കുമ്പോൾ 20ലെ ഓരോ റക്അത്തും 11ലെ ഓരോ റക്അത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ദൈർഘ്യം കുറഞ്ഞു കിട്ടും. അതായത് 11ന്റെ ദൈർഘ്യം 20ലാക്കി മാറ്റുമ്പോ 20ലെ ഓരോ റക്അത്തും 11ലെ ഓരോ റക്അത്തും സമാവില്ലല്ലോ, ആവൂല, സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് 11ന്റെ ദൈർഘ്യം 20ലാക്കി മാറ്റിയപ്പോൾ 20ലെ ഓരോ റക്അത്തും 11ലെ ഓരോ റക്അത്തിനേക്കാളും കനം കുറഞ്ഞു കിട്ടും. അതിന്റെ പുറമെ ഇടയ്ക്കിടെ സലാം വീട്ടുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടെ വിശ്രമം നൽകുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് നിലനിർത്താനും നിർവഹിക്കാനും സാധിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് അത് നടപ്പിലാക്കി. അതാണ് പിന്നെ മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കുകയും നിലനിർത്തി പോരുകയും ചെയ്തത്. അത് അന്നുള്ള സഹാബിമാരൊക്കെയും അംഗീകരിച്ചു, ഉമ്മത്ത് മുഴുവനും അംഗീകരിച്ചു, നിലനിർത്തി പോരുകയും ചെയ്തു. അത് നിലനിൽക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥം. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. ഈ വസ്തുത ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ബർ അവിടുത്തെ ഇസ്തിദ്കാറിൽ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും ഈ രൂപത്തിൽ അതിനെ ജമ്മ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ യഥാർത്ഥം. അത് യഥാർത്ഥം അവർ പറഞ്ഞത് മാത്രമല്ല, അത് പിന്നീടുള്ള മുസ്ലിം ഉമ്മത്തിന്റെ നിലപാട് പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന് നെടും തൂണ് പോലെ ഒരു നിലക്കും നിഷേധിക്കാനും മുബാറക് ഫൂരിക്കല്ല ഒരു ഹോജാക്കും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ
വളരെ ആധികാരികമായി വളരെ കൃത്യമായി സ്ഥിരപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് അതേതാന്ന് വെച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബീ ഷൈബ, അബൂബക്കർ ഇബ്നു അബീ ഷൈബ അവിടുത്തെ മുസന്നഫിൽ, മുസന്നഫ് ഇബ്നു അബീ ഷൈബ സുപ്രസിദ്ധമാണ്. മുസന്നഫിൽ ഇമാം ഇബ്നു അബീ ഷൈബ പറഞ്ഞു, ഹദ്ദസന ഇബ്നു നുമൈരിൻ അൻ അബ്ദുൽ മലിക്കി അൻ അതാഇൻ. അതാ റളിയല്ലാഹു അൻഹു പറയും, അതാ റളിയല്ലാഹു അൻഹു, അതാ ഇബ്നു അബീ റബാഹ്, അത്താഉബ്നു അബീ റബാഹ് എന്നവർ താബിഈങ്ങളിൽ വളരെ പ്രഗൽഭനും മഹാപണ്ഡിതനും മുസ്ലിം ഉമ്മത്ത് കണ്ട ചരിത്രത്തിലെ മഹാപുരുഷനാണ്. അത് അത്താഉബ്നു അബീ റബാഹ്. അത്താഉബ്നു അബീ റബാഹ് മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിത നിരകളിലെ നെടും തൂണുകളിൽ എണ്ണപ്പെടുന്ന മഹാപണ്ഡിതനാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അടക്കമുള്ള അവരോടൊക്കെ വന്നുകൊണ്ട് ആളുകൾ പല മസലകളും ചോദിക്കുമ്പോ, പല വിഷയങ്ങളും ചോദിക്കുമ്പോ അവർ പറയാറുണ്ട്, മക്കത്ത് അത്താ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ പോരെ, എന്തിനാ പിന്നെ ചോദിക്കാൻ ഇങ്ങോട്ട് വരുന്നത് എന്ന്. ആര്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒക്കെ പറയാറുണ്ട്. എന്താണ് അപ്പൊ അതിന്റെ അർത്ഥം? അവര് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാണ് ആര്? അത്താ ഇബ്നു അബീ റബാഹ്. മാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരുപാട് വന്നിട്ടുണ്ട്. വലിയ വലിയ സഹാബിമാരൊക്കെ കണ്ട ആളാണ്. ആ മഹാനായ അത്താ എന്നവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? അദ്റക്തുന്നാസ വഹും യുസല്ലൂന 23 റകഅതൻ ബിൽ വിത്രി. എന്താ പറഞ്ഞത്? അദ്റക്തുന്നാസ വഹും യുസല്ലൂന 23 റകഅതൻ ബിൽ വിത്രി. ജനങ്ങളെ ഞാൻ കണ്ടത് എങ്ങനെയാണ്? വഹും യുസല്ലൂന, അവർ നമസ്കരിക്കുന്നവരായിട്ട് കണ്ടെത്തിച്ചു. 23 റകഅതൻ, 23 റകഅത്ത് നമസ്കരിക്കുന്നവരായി കണ്ടു. ബിൽ വിത്രി, വിത്രടക്കം. അതാണ് നേരത്തെ പറഞ്ഞത്. ചിലപ്പോ 3 കരിക്കും, ചിലപ്പോ 1 കരിക്കും, ഏതായാലും വേണ്ടില്ല. 20 റകഅത്ത് തറാവീഹ് നമസ്കരിക്കുന്നവരായിട്ടാണ് ഞാൻ കണ്ടത് എന്ന് അത്താ ഇബ്നു അബീ റബാഹ് എന്നവർ പറഞ്ഞു. അത് ഇമാം ഇബ്നു അബീ ഷൈബ മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്തു. ഒരു തകരാറുമില്ലാത്ത റിപ്പോർട്ടാണ്. ഹദ്ദസന ഇബ്നു നുമൈരിൻ, ഇബ്നു നുമൈർ അൻ അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറഞ്ഞാൽ അത്താ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുൽ മലിക് എന്നവരാ. അബ്ദുൽ മലിക് എന്ന് പറഞ്ഞാൽ അബ്ദുൽ മലിക് ഇബ്നു അബീ സുലൈമാൻ. അബ്ദുൽ മലിക് രണ്ടുണ്ട്. അബ്ദുൽ മലിക് ഇബ്നു ജുറൈജും ഉണ്ട്, അബ്ദുൽ മലിക് ഇബ്നു അബീ സുലൈമാനും ഉണ്ട്. അബ്ദുൽ മലിക് ഇബ്നു അബീ സുലൈമാൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു പലരും ഉദ്ധരിച്ചതാണ്. മഹാനാണ്, വലിയ പണ്ഡിതനാണ്, മുസ്ലിം ഒന്നടങ്കം അംഗീകരിച്ച ആളാണ്, വലിയ മഹാനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഹദ്ദസന ഇബ്നു നുമൈറിൻ, ഇബ്നു നുമൈറാൻ. ഇബ്നു നുമൈർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്നു നുമൈർ ഒരു മിനിറ്റ്. ഹദ്ദസന ഇബ്നു നുമൈർ എന്ന് പറഞ്ഞാലും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഹദീസുകൾ. വലിയ മഹാനാണ് ഇബ്നു നുമൈർ. അബ്ദുല്ലാഹി ഇബ്നു നുമൈർ അൽ ഹമദാനി അൽ ഖാരിഖിയു, വലിയ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും അംഗീകരിച്ച ആളാണ്. ഒരു തകരാറും ആ റിപ്പോർട്ടിന് പറയാൻ പറ്റില്ല. ഹദീസിന്റെ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തൊക്കെ അംഗീകരിച്ചതാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു നുമൈർ എന്നവരെ തൊട്ടാണ് ഇമാം ഇബ്നു അബീ ഷൈബ ഉദ്ധരിക്കുന്നത്. അത് മുസന്നഫിലുണ്ട്. ഹദീസ് ആ സാധനം മുസന്നഫിലുള്ളതാണ്. ഇനി കണ്ണു കാണാൻ ശേഷം ആരോട് പറഞ്ഞു കൊടുത്താന്ന് പറയണ്ട, മുസന്നഫിലുള്ള ഹദീസാണത്. അപ്പോ ആരുടെ മുസന്നഫ്? ഇബ്നു അബീ ഷൈബന്റെ മുസന്നഫ് രണ്ടുണ്ട്. ഇബ്നു അബീ ഷൈബക്ക് മുസന്നഫ് ഉണ്ട്, ഇമാം അബ്ദുർ റസാഖ് എന്നവർക്ക് മുസന്നഫ് ഉണ്ട്. ആ വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇബ്നു അബീ ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചതാണ് ഹദ്ദസന ഇബ്നു നുമൈറിൻ. ഇബ്നു നുമൈർ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു നുമൈർ അൽ ഹമദാനി. അദ്ദേഹം വലിയ മഹാനാണ്. ബുഖാരിയിലും മുസ്ലിമൊക്കെ അദ്ദേഹത്തിന്റെ ഹദീസുകളുണ്ട്. വലിയ മഹാനാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അബ്ദുൽ മലിക്കാണ്. അബ്ദുൽ മലിക് ആരാണ്? അബ്ദുൽ മലിക് ഇബ്നു അബീ സുലൈമാൻ. അബ്ദുൽ മലിക് ഇബ്നു അബീ സുലൈമാൻ വലിയ മഹാനാണ്, വലിയ ഹദീസിന്റെ പണ്ഡിതനാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ് ആരെ തൊട്ട്? അത്താ എന്നവരെ തൊട്ട്. അത്താവിനെ സംബന്ധിച്ച് പിന്നെ പറയേണ്ടതില്ല. ആ അത്താ എന്നവർ പറഞ്ഞത് ഈ ജനങ്ങൾ 23 റക്അത്ത് വിത്റടക്കം നമസ്കരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഏതാണ് ജനങ്ങൾ എന്നറിയോ? ഈ ജനങ്ങളെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? കേരളത്തിലെ സമസ്തക്കാർ നിസ്കരിക്കണ കണ്ടു എന്നല്ല പറയണത്, വാറോലല്ല ഈ പറയണത്. ഈ ആരാണ് ഈ ജനങ്ങൾ? ഇമാം അത്താ എന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്റക്തു മിഅത്തൈനി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കണ്ടിട്ടുണ്ട്. ആരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിമാരിൽ 200ഓളം സഹാബിമാരെ കണ്ട ആളാണ് ഞാൻ. ഇപ്പൊ തിരിയണില്ലേ? വഹാബികൾക്ക് തിരിയണുണ്ടാവും. എന്താണ് പറഞ്ഞത്? 200ഓളം സഹാബിമാരെ കണ്ട് അവരിൽ നിന്നൊക്കെ ദീന് കണ്ടുപഠിച്ച ആളാണ് അത്താ.
ആ അതാണ് പറയുന്നത് ജനങ്ങൾ. ഏതാണ് ആ ജനങ്ങൾ? അദ്റക്തുമിയതൈനി, ആ 200ഓളം വരുന്ന സഹാബിമാരെ അടക്കമുള്ള മുഅ്മിനീങ്ങളെ സംബന്ധിച്ച, അക്കാലത്തുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. അപ്പൊ 200ഓളം വരുന്ന സഹാബിമാരടക്കം അക്കാലത്തുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചാണ് അത്താഹ് പറയുന്നത്. അവരൊക്കെ എത്ര ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്? 23. ആ മുസ്ലിമീങ്ങൾ എത്ര നിലനിർത്തിയെന്ന് ആരുടെയും ശുപാർശ വേണ്ട. അത് ഉമർ ഇബ്നു ഖത്താബ് എന്നവരെന്ത് ചെയ്തു? അത് ആദ്യത്തെ 11 മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്തു? 20 നിലനിർത്തിയിട്ടുണ്ട്. അത് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുകയും നിലനിർത്തി പോരുകയും ചെയ്തു. മഹാന്മാരായ സഹാബിമാര് പിന്നീട് നിലനിർത്തി പോന്നത് അതാണ്. ഈ പറഞ്ഞ 200ഓളം വരുന്ന സഹാബിമാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? ആരൊക്കെ ഉണ്ട്? 200ഓളം വരുന്ന സഹാബിമാരുടെ കൂട്ടത്തിൽ വലിയ വലിയ മഹാന്മാരായ സഹാബിമാര് പലരുമുണ്ട്. അബൂ സഈദ് അൽ ഖുദരി, അബൂ ദർദാ, അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, ഉസാമത്ത് ഇബ്നു സെയ്ദ്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്. നോട്ട് ചെയ്യേണ്ട ഒരു പേരാണത്, ജാബിർ റളിയല്ലാഹു അൻഹു. അതേപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്, അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അടക്കമുള്ള 200ഓളം സഹാബിമാരെ നേരിൽ കണ്ട് ദീൻ പഠിച്ച് അവരിൽ നിന്ന് ദീൻ പകർത്തിയെടുത്ത ആളാണ് അത്താഹ്. ആ അത്താഹ് പറഞ്ഞത് അവരടക്കമുള്ള മുഅ്മിനീങ്ങളൊക്കെ 20 റക്അത്ത് 23 റക്അത്ത് നിസ്കരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഒരു തകരാറില്ലാത്ത റിപ്പോർട്ടാ. മുസ്ലിമീങ്ങൾ എങ്ങനെ നിലനിർത്തിയെന്ന് ഇന്ന് മനസ്സിലാവണില്ലേ? എന്നാൽ കൂട്ടത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഈ സഹാബിമാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? ജാബിർ റളിയല്ലാഹു അൻഹു. ചില ആളുകൾ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി ഞങ്ങളെ കൊണ്ട് 8-3 നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 8-3 എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ തനി നിറം, അതിന്റെ യഥാർത്ഥ രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അവസാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞു ഖശീതു ഖിഫ്തു അൻ യുഫ്റല്ലാഹു അലൈക്കുമുൽ വിത്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിത്ര റസൂലുള്ളാഹി നിസ്കരിച്ചത്. അത് ആയിഷ ബീവിന്റെ ഹദീസും കുറിച്ച് പഠിക്കുമ്പോൾ ആ വിഷയം കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ അത് സ്ഥിരപ്പെട്ടെങ്കിൽ, ആ റിപ്പോർട്ട് സ്ഥിരപ്പെട്ടെങ്കിൽ, അത് യൈസബുൽ ജാരിയത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഹസനാണ് ആ റിപ്പോർട്ട് നോക്കുക. എന്നാൽ തന്നെ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വിത്ർ നമസ്കാരം തന്നെയാണ് ജാബിർ എന്നവരും ആ പറയുന്നത്. അത് ആ റിപ്പോർട്ട് തന്നെ അവസാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാബിർ എന്നവരെ പേര് പറഞ്ഞുകൊണ്ട് 8-3 ആക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ജാബിർ എന്നവരടക്കമുള്ള സഹാബിമാരെ സംബന്ധിച്ച് അത്താ എന്നവർ പറഞ്ഞത് എന്താ? 23 ആണ്. ഇനി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ അബൂ സലമത്തിന് 11 റക്അത്ത് എന്ന് പറഞ്ഞു കൊടുത്ത ഹദീസ് കൊണ്ടുവന്നിട്ട് 8-3 എന്ന് തീരുമാനിക്കുന്ന ആളുകളോട് അത്താ എന്നവർ പറയുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹയെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി തങ്ങളുടെ മറ്റൊരു ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് തുടങ്ങിയുള്ള സഹാബിമാരൊക്കെയും 23 നിസ്കരിക്കുന്നതാണ്. അവരടക്കമുള്ള മുസ്ലിമീങ്ങൾ 23 നമസ്കരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് കൊണ്ടുവന്നിട്ട് 8-3 എന്നാക്കുന്ന ആളുകൾ അവരുടെ പേരിൽ അവർ ചെയ്തതിനും അവർ പഠിപ്പിച്ചതിനും എതിര് പഠിപ്പിക്കാൻ പറയാൻ. ജാബിർ റളിയല്ലാഹു അൻഹു അതല്ല ചെയ്തു വന്നത്. അവരൊക്കെ 23 തെറ്റിക്കുന്നതാണ് ഞാൻ കണ്ടത് എന്നാണ് കണ്ടവര് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർ ഹദീസിന് അവരങ്ങനെ ഒരു അർത്ഥം കൊടുത്തിട്ടില്ല. 11 എന്ന് പറഞ്ഞത് ഇവരീ പറയുന്നത് പോലെ ഒരു അർത്ഥമല്ല അവർ ഉദ്ദേശിച്ചതും പറഞ്ഞതും അവരെന്നെ വിശദീകരിച്ചതും പ്രവർത്തിച്ചതും. അതിനൊക്കെ എതിരായിട്ട് 8-3 എന്ന് പറഞ്ഞ് കണ്ണും ചുമ്പി പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ മോശമായ വൃത്തികെട്ട ഏർപ്പാട്, വളരെ മോശപ്പെട്ട ഏർപ്പാട്. അതുകൊണ്ട് മഹാന്മാരായ സഹാബത്ത് പിന്നീട് നിലനിർത്തിയതും അത് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ചില ആളുകൾ പറഞ്ഞു നോക്കിയിട്ടുണ്ട്, വേണമെങ്കിൽ ഉമർ ഇബ്നു ഖത്താബ് എന്നവർ ആദ്യം 20 റക്അത്ത് നിസ്കരിച്ചു പിന്നെ 11 ആക്കിയതാവാലോ. 2 റിപ്പോർട്ടും വന്നിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ അവിടെ നമ്മൾ പറഞ്ഞതല്ല, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു അബ്ദുൽ ബർ, ഇമാം സുയൂത്തി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? ആദ്യം 11 നിലനിർത്തിയത്, കൽപ്പിച്ചത്. പക്ഷെ അത് ഭാരമായി. പിന്നീട് എന്ത് ചെയ്തു? അത് മാറ്റി 20 ആക്കിയിട്ടുണ്ട്. അതാണ് പിന്നീട് മുസ്ലിമങ്ങൾ അംഗീകരിച്ച് നിലനിർത്തി പോകുന്നത് എന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ 2 ഹദീസ് റിപ്പോർട്ടുകൾ തമ്മിൽ ജമ്മ് ചെയ്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളുടെ നിലപാട്. ഇവിടെ ചില ആളുകൾ പറയാണെന്തെന്ന്, നേരെ തിരിച്ചു ആയിക്കൂടെ? 11 അല്ല, ആദ്യം 20 ആയിരുന്നു, പിന്നെ 11 ആക്കി, 11 നിലനിർത്തുന്ന ആയിക്കൂടാ. കാരണം പിന്നീട് സഹാബത്ത് നിലനിർത്തിയത് ആ 11 അല്ല, പിന്നീട് 20 നിലനിർത്തിയത്. അപ്പൊ നിലനിന്നത് പിന്നീട് 20. അപ്പൊ ആദ്യമാണ് ഏതുണ്ടായിട്ടുള്ളത്? 11 എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. അത് മാറ്റിയിട്ടുണ്ട്. തറാവീഹ് 20 ആക്കിയിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തിയത്. അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് 20 നിലനിർത്തി പോകുന്നത്. ആ വാദം ശരിയാവില്ല. അഥവാ തിരിച്ചായിക്കൂടെ എന്ന വാദം ശരിയാവില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബി ദുനിയ ഫളായിലു റമളാനിൽ ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ എന്താ പറയണത്?
അദ്ദേഹം പറയാണ് ഹദ്ദസനാ ശുജാഉൻ ഹദ്ദസനാ ഹുശൈമുൻ അംബാനാ യൂനുസു ഖാല ശഹിദ്തു الناس قبل وقعة بن الأشعث وهم في شهر رمضان فكان يؤمهم عبد الرحمن بن أبي بكر صاحب رسول الله صلى الله عليه وسلم وسعيد بن أبي الحسن ومروان العبدي فكانوا يصلون بهم 20 ركعة ولا يقنطون إلا في النصف الثاني وكانوا يختمون القرآن مرتين. ഈ റിപ്പോർട്ടിൽ പറയുന്നത് യൂനുസ് എന്നവർ പറയാണ്. യൂനുസ് എന്ന് പറഞ്ഞാൽ സയ്യിദ് ബിൻ അബിൽ ഹസൻ അതുപോലെയുള്ള അവരൊക്കെ വലിയ വലിയ ആളുകൾ തന്നെ. അതിപ്പോ ഓരോരുത്തരുടെയും തർജ്ജമ ഇങ്ങനെ നോക്കി വായിക്കേണ്ട ആവശ്യമില്ല. വലിയ വലിയ മഹാന്മാരാണ്, ഒരു തകരാറുമില്ലാത്ത ആളുകളാണ് അവരൊക്കെയും. ആ സനദിന് ഒരു തകരാറുമില്ല. അദ്ദേഹം പറയാണ് എന്തെന്ന്, ഞാൻ കണ്ടു എന്തെന്ന്, ജനങ്ങളെ കണ്ടു. വഹും യുസൽ വഹും ഫീ ഷഹരി റമളാന. ഇബ്നുൽ അഷ്അസിന്റെ സംഭവം എന്നിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് ജനങ്ങൾ ഫീ ഷഹരി റമളാന ഫകാന യഉമ്മുഹും അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, അദ്ദേഹം റസൂലുള്ളാഹിന്റെ സഹാബിമാരിൽപ്പെട്ട ആളാണ്. അഹുവ ഷഖീഖു ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനും അതുപോലെ തന്നെ മക്ക ഫത്ഹിന്റെ മുമ്പ് തന്നെ മുസ്ലിമായ ആളാണ്. അദ്ദേഹത്തിന് അബ്ദുറഹ്മാൻ എന്നാണ് റസൂലുള്ള പേര് വെച്ചു കൊടുത്തത്. അങ്ങനെ തുടങ്ങി വലിയ മഹാനാണ്, സ്വഹാബിയാണ്. അദ്ദേഹം പിന്നീട് നമസ്കരിക്കുന്നതാണ് 23 റക്അത്താണ്. 20 റക്അത്തൻ 20 റക്അത്താണ് ഏത് തറാവീഹ് നമസ്കരിക്കാറുള്ളത്. ആ റിപ്പോർട്ടിനും ഒരു തകരാറുമില്ല. അതുപോലെ തന്നെ സയ്യിദ് ബിൻ അബിൽ ഹസൻ, അദ്ദേഹം താബിഈയാണ്. അദ്ദേഹം ആരാണ്? സയ്യിദ് ബിൻ അബിൽ ഹസൻ എന്നവരും ഇമാമ് നിൽക്കാറുണ്ട്. അവരും 20 റക്അത്താണ് നമസ്കരിക്കാറുള്ളത്. അപ്പൊ സഹാബിമാര് നിലനിർത്തിയത്, പിന്നീട് താബിഈങ്ങൾ നിലനിർത്തിയത് 23 റക്അത്താണ്. മാത്രമല്ല സഹാബിമാര് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയാലും ബഹുമാനപ്പെട്ട സുവൈദ് ബിൻ ഗഫലത്ത് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി താരീഖിൽ ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ട് എന്താണത്? കാന സുവൈദ് ബിൻ ഗഫലത്ത് എന്നവർ യഉമ്മുനാ ഫീ റമളാന, റമളാനിൽ ഞങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു 20 റക്അത്തിന് 20 റക്അത്ത്. ഇമാം ബൈഹഖി സുനനുൽ കുബ്രായിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആരാണ് സുവൈദ് ബിൻ ഗഫലത്ത്? ആരാ സുവൈദ് ബിൻ ഗഫലത്ത് എന്നവർ? അദ്ദേഹം മുഖദ്റമീങ്ങളിൽപ്പെട്ട ആളാണ്. മുഖദ്റമീങ്ങൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് തന്നെ മുസ്ലിമാവുകയും പക്ഷെ റസൂലുള്ളാഹിനെ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്ത ആളുകൾ. മുസ്ലിമാവുകയും റസൂലുള്ളാഹിനെ കാണുകയും ചെയ്ത അവരാരാണ്? സഹാബിയാണ്. പക്ഷെ റസൂലുള്ളാഹിന്റെ ശേഷം മുസ്ലിമായി അല്ലെങ്കിൽ ശേഷമാണെങ്കിൽ അവർ പിന്നെ താബിഈയാണ്. അതേ സ്ഥാനത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ മുസ്ലിം ആയിരുന്നു, പക്ഷെ റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞില്ല. അതിൽപ്പെട്ടയാളാണ് ആര്? സുവൈദ് ബിൻ ഗഫലത്ത് എന്നവർ. അദ്ദേഹം റസൂലുള്ളാഹിയെ മറമാടിയ അന്നാണ് മദീനത്ത് വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി എന്ത് ചെയ്തില്ല? കാണാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അപ്പൊ താബിഈങ്ങളിൽ വളരെ പ്രഗൽഭനാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ സഹാബിമാരെയും കണ്ടവരാണ്. അവരിൽ നിന്നൊക്കെ ദീന് പഠിച്ചെടുത്ത ആളാണ് ആര്? സുവൈദ് ബിൻ ഗഫലത്ത്. അദ്ദേഹം ഞങ്ങൾക്ക് ഇമാമായിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു 20 റക്അത്ത്. അപ്പൊ താബിഈങ്ങൾ, സഹാബത്തിനെ കണ്ടുപഠിച്ച താബിഈങ്ങൾ എങ്ങനെയാ നിസ്കരിച്ച് കാണിച്ചു കൊടുത്തത്? 23 അപ്പൊ അതാണ് നിലനിന്ന് വന്നത്. ഇമാം ബുഖാരി താരീഖിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു തകരാറും പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബീ ശൈബ തന്നെ മറ്റൊരു റിപ്പോർട്ട്, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അബീ മുലൈക്കത്ത് എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു ഉബൈദില്ലാഹിബ്നു അബീ മുലൈക്ക, അദ്ദേഹം യുസല്ലി ബിന, അദ്ദേഹം ഞങ്ങളെ കൊണ്ട് ഇമാമായിട്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു ഫി റമളാനിൽ 20 റക്അത്തൻ 20 റക്അത്ത്. വയഖറു ബിഹംദിൽ മലായികത്തി, സൂറത്തുൽ ഫാത്തിർ അദ്ദേഹം ഓതാറുമുണ്ട്. അപ്പോ ഇബ്നു അബീ മുലൈക്ക അദ്ദേഹം ആരാണ്? അദ്ദേഹം താബിഈയാണ്. മാത്രമല്ല അദ്റക്തു 30 മിന സഹാബത്തി, 30ഓളം സഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ആര്? ഇബ്നു അബീ മുലൈക്ക. ബുഖാരിയിലൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഹദീസാണ്. മക്കിയുൻ താബിഈയുൻ സിഖത്തുൻ, വിശ്വസ്തനാണ്, താബിഈങ്ങൾപ്പെട്ട ആളാണ് എന്നൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആര്? ഇബ്നു അബീ മുലൈക്ക, അബ്ദുല്ലാഹിബ്നു ഉബൈദില്ലാഹിബ്നു അബീ മുലൈക്കത്ത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ 30ഓളം സഹാബിമാരെ കണ്ടതാണ്. ഇത് നേരത്തെ പറഞ്ഞ അതാ എന്നവർ പറഞ്ഞതല്ല. 30ഓളം സഹാബിമാരെ നേരിൽ കണ്ടുകൊണ്ട് ദീൻ പഠിച്ച താബിഈങ്ങൾപ്പെട്ട അവരിൽ നിന്നൊക്കെ ദീൻ പകർത്തിയെടുത്ത ഇബ്നു അബീ മുലൈക്കത്ത് എന്നവരും 20 റക്അത്താണ് നമസ്കരിക്കാറുള്ളത്. താബിഈങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് നിലനിർത്തിയത്. അതേപോലെ തന്നെ ശുതൈർ ഇബ്നു ശക്കൽ റളിയല്ലാഹു അൻഹു, ശക്കൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു വാപ്പ, അദ്ദേഹത്തിന്റെ മകൻ ശുതൈർ, അദ്ദേഹം താബിഈയാണ്. മാത്രല്ല വാപ്പയിൽ നിന്നും പഠിച്ചിട്ടുണ്ട്. ഉപ്പയായ ആര്? ശക്കൽ ഇബ്നു ഹുമൈദ് എന്നവരിൽ നിന്നും. അതുപോലെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, അലി ഇബ്നു അബീ ത്വാലിബ്,
തുടങ്ങിയുള്ള സഹാബിമാരിൽ നിന്നൊക്കെ ദീൻ പഠിച്ച ആളാണ് ശുത്തൈർ ഇബ്നു ശക്കൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം താബിഈയാണ്, വളരെ മഹാനാണ്, അദ്ദേഹം അംഗീകരിക്കപ്പെട്ടയാളാണ്. അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരുടെയും പ്രധാനപ്പെട്ട ശിഷ്യനാണ്. അവരിൽ നിന്ന് ദീൻ പഠിച്ച ശുത്തൈർ ഇബ്നു ശക്കൽ റളിയല്ലാഹു അൻഹും കാന യുസല്ലി ബിഹിം ഫി റമളാന, റമളാനിൽ ഇമാമായിട്ട് നമസ്കരിക്കാറുള്ളത് 5 തർവീഹാത്തിൻ, 5 തർവീഹാത്തുകളാണ്. 5 തർവീഹാത്ത് എന്ന് പറഞ്ഞാൽ 20 റക്അത്ത്. 4 റക്അത്ത് കൂടുമ്പോൾ ഒരു വിശ്രമം കൊടുത്താൽ 5 തർവീഹാത്തുകൾ, 5 4 20 റക്അത്താണ് അദ്ദേഹം നമസ്കരിക്കാറുള്ളത്. വയൂത്രു ബി സലാസിൻ, 23 റക്അത്ത് വിത്ർ നമസ്കരിക്കും. ഇമാം ഇബ്നു അബീ ശൈബ മുസന്നഫിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനിയുണ്ട് ബഹുമാനപ്പെട്ട അബുൽ ബഖ്തരി എന്ന് പറഞ്ഞാൽ സഈദ് ഇബ്നു ഫൈറൂസ് ഇബ്നു അബി ഇമ്രാൻ അബുൽ ബഖ്തരി. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബൂ സഈദ് തുടങ്ങിയുള്ള, അബൂ ബർസത്ത് തുടങ്ങിയുള്ള സഹാബിമാരിൽ നിന്നൊക്കെ ദീൻ പഠിച്ച ആളാണ്. അദ്ദേഹം അവരിൽ നിന്നൊക്കെ ദീൻ പഠിച്ചെടുത്ത ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ഫൈറൂസ് അബുൽ ബഖ്തരി എന്നവർ എന്താ ചെയ്യാറുള്ളത്? കാന യുസല്ലി 5 തർവീഹാത്തിൻ ഫി റമളാന, റമളാനിൽ 5 തർവീഹാത്തുകളാണ്, അഥവാ 20 റക്അത്താണ്. വയൂത്രു ബി സലാസിൻ, 3 റക്അത്ത് വിത്റും. ഇതും ഇമാം ഇബ്നു അബീ ശൈബ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിർവഹിക്കാൻ വേണ്ടി നടപ്പിൽ വരുത്തിയതും, അതുപോലെ ആ സുബ്ഹാന്മാരായ സഹാബത്ത്, ആ ബഹുമാനപ്പെട്ട അക്കാലത്തുള്ള സഹാബിമാര്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രവൃത്തിക്ക് സാക്ഷികളായ സഹാബിമാര്, ആ സഹാബിമാരൊക്കെയും പിന്നീട് നിലനിർത്തിയത്, അതുപോലെ തന്നെ പിന്നീട് അവരിൽ നിന്ന് ദീൻ പഠിച്ചെടുത്ത മഹാന്മാരായ താബിഈങ്ങളൊക്കെയും 20 റക്അത്ത് എന്ന് പറഞ്ഞവരും പ്രവർത്തിച്ചവരും പഠിപ്പിച്ചവരുമാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് 20 എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല എന്ന മുടന്തം ന്യായം പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അംഗീകരിച്ചു വരുന്ന ഒരു വസ്തുതയെ തള്ളിക്കളയുക എന്നത് ദൗർഭാഗ്യകരമാണ്, അല്ലെങ്കിൽ വിവരക്കേടാണ്, അതും അല്ലെങ്കിൽ വഞ്ചനാപരമാണ്. അതാര് ചെയ്താലും തരക്കേടില്ല. അതുകൊണ്ട് ഗൗരവമേറിയ വിഷയമാണ്. ഇമാം തുർമുദി പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷം ഈ 20 അംഗീകരിച്ചവരാണ്. പിന്നെ ചില ആളുകൾ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞവരുണ്ട്. 36 എന്നും 41 എന്നൊക്കെ വന്നിട്ടുണ്ട്. അതായത് മദീനയിൽ അധികം ആ 36. അതെന്താ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇമാം നവവി ഒക്കെ വിശദീകരിച്ചത്, അതായത് മക്കയിലാകുമ്പോ ഇടയ്ക്കിടെ വിശ്രമം നൽകുന്ന സമയത്ത്, അത് നമ്മൾ നിസ്കരിക്കുന്ന പോലെ അല്ല, കുറച്ചും കൂടിയൊക്കെ കൂടുതൽ ഉണ്ടായിരിക്കും. സുബഹി വരെ നീണ്ടു നിൽക്കുന്ന നമസ്കാരമാണത്. അപ്പോൾ ഇടയ്ക്കിടെ കൂടുതൽ വിശ്രമം നൽകും. ഈ വിശ്രമം നൽകുന്ന സമയത്ത് മക്കക്കാര് തവാഫ് ചെയ്യും, മക്കയിലുള്ള ആളുകൾ തവാഫ് ചെയ്യും. അത് ആ സമയം അവർ പാഴാക്കില്ല, വെറുതെ കളയില്ല. അപ്പൊ മദീനക്കാർക്ക് അത് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ വിശ്രമം നൽകുന്നതിന്റെ ഇടയിൽ വേറെ നമസ്കരിക്കും, സ്വന്തമായിട്ട് നമസ്കരിക്കും. അങ്ങനെ അത് നിലനിന്നു അവിടെ. അതാണ് 36. വാസ്തവത്തിൽ അതും 20 തന്നെയാണ് അതിന്റെ അസല് എന്ന് ഇമാം നവവി വിശദീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ആവട്ടെ, അപ്പോ ഈ 8 നമസ്കരിക്കാൻ പാടുള്ളോ, അതിന്റെ മേലെ ഇല്ല എന്നതിന് ഒരു നിദാനമല്ല, ഒരടിസ്ഥാനമല്ല. അത് വിത്റിന്റെ ഹദീസിനെ കൊണ്ടുവന്ന് ആ ഹദീസ് പഠിപ്പിച്ച മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള സഹാബിമാര് കൃത്യമായി വിശദീകരിച്ചതിനും ശേഷം അവരൊക്കെ പ്രവർത്തിച്ചതിനും വിരുദ്ധമായി ദുർവ്യാഖ്യാനം നൽകി ഉണ്ടാക്കിയതാണ്. 8 റക്അത്ത് മാത്രമേ തറാവീഹുള്ളൂ, 3 റക്അത്ത് വിത്റുമുള്ളൂ എന്ന വാദത്തിന് ആധികാരികമായി ഒരു പ്രമാണവും ഇല്ല. തെറ്റാണ് ആ വാദം. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് ആരും പറഞ്ഞിട്ടുമില്ല. മുസ്ലിം ഉമ്മത്തിൽ ഒരാളും അങ്ങനെ ഒരു ബിദ്അത്ത് വാദം ഉന്നയിച്ചിട്ടില്ല. 20 റക്അത്ത് നമസ്കരിക്കുന്നത് ബിദ്അത്താണ്, അനാചാരമാണ്, പാടില്ല എന്ന് മുസ്ലിം ഉമ്മത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനൊക്കെ എതിരായി ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വിവരക്കേട് വിളമ്പുകയാണ്. ചുരുക്കത്തിൽ ഈ പറഞ്ഞതിൽ നിന്ന് മഹാന്മാരായ സഹാബിമാർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് മുസ്ലിമീങ്ങൾ അംഗീകരിച്ച് തീരുമാനിച്ച് പ്രവർത്തിച്ചു വന്നത് തറാവീഹ് 20 ചിലർ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ തർക്കമൊന്നുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി 20ന്റെ അപ്പുറഞ്ഞ ഒരാളാണ് നിസ്കരിച്ചു നോക്കുക, എത്ര നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരല്ലേ. തറാവീഹ് എന്ന് പറയുന്നത് 20 റക്അത്തായിട്ട് അംഗീകരിക്കപ്പെട്ടു വന്നു. ഇനി ഒരാൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചു. ഇനി അയാൾക്ക് അന്ന് റമളാന്റെ രാത്രി ഇനി നിസ്കരിക്കാൻ പാടില്ല എന്നാ? അങ്ങനെ ഉണ്ടോ? വഹാബികൾക്ക് അങ്ങനെ വാദമുണ്ടോ? അത് പറയേണ്ടി വരുമല്ലോ. ഇവര് 8-3 നിസ്കരിക്കാൻ പാടുള്ളൂ. ആകെ ഒരു 11 ഹദീസ് അവർ കണ്ടിട്ടുള്ളൂ. അപ്പൊ 8-3 തീരുമാനിച്ചു. ഇനി 8-3 നിസ്കരിച്ചു. ഇനി റമളാനിൽ നേരം പുലരോളം ഇയാൾക്ക് നിസ്കരിക്കാൻ പാടില്ലേ? ബിദ്അത്താ?
റസൂൽ ആകെ 11 നിസ്കരിച്ചിട്ടുള്ള അതിനേക്കാൾ കൂട്ടിയിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ 8-3 അവർ തീരുമാനിച്ചു വെക്കുകയും ചെയ്തു. 8-3 നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാൾ എഴുന്നേറ്റു, ഞാൻ അയാൾക്ക് നിസ്കരിക്കാൻ പാടില്ലേ? 11 കൂട്ടാൻ പാടുണ്ടോ? കൂട്ടിയെന്ന് റസൂൽ കൂട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ഇത് വഹാബികൾ പറയണം. ഈ വഹാബികൾ പൊട്ടത്തരം വളമ്പുമ്പോൾ നമ്മളെ ആളുകൾ എന്ത് ചെയ്യാകണ്ട, വായ പൊളിച്ചിങ്ങനെ നിൽക്കണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ പോരെ. 8-3 11 റക്അത്താണ് റസൂൽ നിസ്കരിച്ചത് എന്നാണ് പറയുന്നത്. എന്നാ 11 റസൂൽ കൂട്ടിയിട്ടില്ല എന്നും ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. എപ്പോഴും കൂട്ടിയിട്ടില്ല, റമദാനും ഇല്ലാത്തപ്പോഴും കൂട്ടിയിട്ടില്ല. അപ്പൊ റമദാനിൽ ഒരാൾ 8 റക്അത്ത് ഇവർ പറയുന്ന പോലെ തറാവീഹ് 3 റക്അത്ത് ഉത്ർ നിസ്കരിച്ചു. എന്നിട്ട് അയാൾ കിടന്നു ഉറങ്ങി. കുറച്ചിന്റെ അയാൾക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പാടില്ലേ? പാടുണ്ടോ? എന്നാ അതിന്റെ തെളിവെന്താ? 11 കൂട്ടാൻ പാടുണ്ടോ? റസൂൽ ചെയ്തിട്ടില്ലല്ലോ. ബിദ്അത്തും അനാചാരം നരകത്തിൽ പോകുന്ന പണിയല്ലേ. പാടില്ല എന്ന് പറയുന്ന അവരത് പറയണം. പാടില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇജ്മാഇനെതിരാണ്, വിവരക്കേടാണ്. ഒരാളും അത് പറഞ്ഞിട്ടില്ല. വിവരം കെട്ട വഹാബികളല്ലാതെ ഒരാളും ഇത് പറയൂല. എത്രയും നമസ്കരിക്കാം. രാത്രിയിലെ നമസ്കാരത്തിന് ഒരു നിശ്ചിത കണക്കില്ല. തറാവീഹ് നമസ്കാരം ഉമർ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചു കൊടുത്ത് മുസ്ലിമീങ്ങൾ അംഗീകരിച്ചു പോകുന്നത് 20 റക്അത്ത്. അത് 20 റക്അത്ത് നിസ്കരിക്കാം. ഇനി 11 റക്അത്ത് ഒരാൾ വിത്ർ നിസ്കരിച്ചു, ഇനി അയാൾ എഴുന്നേറ്റ് അയാൾക്ക് നിസ്കരിച്ചൂടെ? നമസ്കരിക്കാം. എത്ര നമസ്കരിക്കാം. അതിന് യാതൊരു തകരാറുമില്ല. അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പോലും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു നിലക്കും ഈ 8 എന്ന വാദത്തിന് ആധികാരികമായി ഒരു രേഖയുമില്ല, ഒരു പിൻബലവുമില്ല. കൂട്ടത്തിൽ ഒരു കാര്യവും കൂടി പറഞ്ഞുകൂടി ഞാൻ നിർത്തുകയാണ്. ഇനി നമ്മൾ ഈ പറയണതൊന്നും ഈ കൗമിന് കേറൂല. കേറിയാ പിന്നെ അവരില്ലല്ലോ, തലന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടക്കൂല. എന്നാ ഒരു കാര്യം കാർന്നവർ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കാർന്നവരെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇബ്നു തൈമിയ്യ, ഇമാം മുല്ലാ അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ മിർഖാത്തിൽ പറയാം, ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ളത്, ഏലം എല്ലാ വഹാബികളും നല്ലവണ്ണം മനസ്സിലാക്കിക്കോ. ആരാത് പറയണത്? നമ്മൾ പറയല്ല, ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്. ഇവര് പറയുന്നത് എന്താണ്? 8 റക്അത്താണ് റസൂലുള്ളാഹി തറാവീഹ് നമസ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 8 റക്അത്തെ നമസ്കരിക്കാൻ പാടുള്ളൂ. 3 റക്അത്ത് മാത്രമേ വിത്ർ നിസ്കരിക്കാനും പാടുള്ളൂ. അതിനേക്കാൾ ഏറിയാൽ ബിദ്അത്താണ്, കുഴപ്പമാണ്. എന്നാൽ ഇബ്നു തൈമിയ്യ പറയുന്നത്, ഇസ്ലാഹികളും എല്ലാ വഹാബികളും നല്ലവണ്ണം മനസ്സിലാക്കിക്കോ. എന്തെന്ന്? അന്നഹു നിശ്ചയം കാര്യം ലം യുഅഖിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി തറാവീഹി അദദൻ മുഅയ്യനൻ. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു എണ്ണം നിശ്ചയിച്ചിട്ടില്ല. ആരാ ഇത് പറയണത്? ലം യുഅഖിത് റസൂലുള്ളാഹി തങ്ങൾ നിശ്ചയിച്ചിട്ടില്ല ഫി തറാവീഹി തറാവീഹിന്റെ കാര്യത്തിൽ അദദൻ മുഅയ്യനൻ കൃത്യമായ ഒരു എണ്ണം. റസൂലുള്ളാഹി തറാവീഹി എത്ര റക്അത്താണ് നമസ്കരിച്ചത് എന്നത് വന്നിട്ടില്ല. ഇതാരാ പറയണത്? ഇബ്നു തൈമിയ്യ. പിന്നെ റസൂലുള്ളാഹി 8 എന്ന് നിസ്കരിച്ചത്, തങ്ങളെ തൊട്ട് 8 വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് നുണ പറയുകയാണ്. ആരുടെ പേരിൽ? റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ നുണ പറയലാണ്. തങ്ങളുടെ പേരിൽ നുണ പറഞ്ഞാൽ ഓൻ എവിടുക്കാ പോവാന്ന് വഹാബികൾ നല്ലവണ്ണം ആലോചിക്കൽ നല്ലതാ. ഇത് നമ്മൾ പറയണതല്ല, ഇബ്നു തൈമിയ്യ പറഞ്ഞത്. റസൂലുള്ളാഹി അങ്ങനെ ഒരു എണ്ണം നിശ്ചയിച്ചിട്ടില്ല. പിന്നെ 8 എന്ന് എണ്ണം നിശ്ചയിക്കുന്നവർ തങ്ങളുടെ പേരിൽ സ്ഥിരപ്പെടാത്തത് നുണ പറയുന്നവരാണ്. അങ്ങനെ നുണ പറയുന്ന പല ആളുകളും ഇവിടെ ലോകത്തുണ്ട്, പല കോലത്തിലും നടക്കുന്നുണ്ടാവും. അക്കൂട്ടത്തിൽ പെടുത്താനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു എണ്ണം റസൂലുള്ളാഹി കണക്കാക്കിയിട്ടില്ല. എന്നിട്ട് പിന്നെ അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ നിസ്കാരം എത്രയായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും ഒരേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം പല കൗലുകളും പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളും പറഞ്ഞതിന്റെ ശേഷം പിന്നീട് അദ്ദേഹം പറയാം, ഇബ്നു തൈമിയ്യ തുടർന്ന് പറയാം, പല അഭിപ്രായങ്ങളുണ്ട്. 20 വന്നിട്ടുണ്ട്, 36 വന്നിട്ടുണ്ട്, 41 പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പണ്ഡിതന്മാര് പലതും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഹാദാ കുല്ലുഹു ഹസനുൻ സായിഗുൻ, ഈ പറഞ്ഞതൊക്കെ നല്ലതാണ്, ഹസനാണെന്ന് പറഞ്ഞാൽ ബിദ്അത്തല്ല. ആരാ പറയണ? ഇബ്നു തൈമിയ്യ. ഹാദാ കുല്ലുഹു ഹസനുൻ, ഈ പറയണതൊക്കെ നല്ലതാ, അതൊന്നും അനാചാരല്ല. ഏത് 20 എന്ന് പറഞ്ഞാലും 36 എന്ന് പറഞ്ഞാലും 41 എന്ന് പറഞ്ഞാലും എത്രയായാലും പല കൗലുകളുണ്ടല്ലോ. ഇങ്ങനെ ഇതൊക്കെ ഹസനാണ്. വേറെ ചില ആളുകൾ വാഖറൂന ബിസിത്തിൻ വസലാസീന 36 എന്ന് പറഞ്ഞിട്ടുണ്ട്. വൗത്തറു ബിസലാസിൻ 3 റക്അത്ത് വേറെ വിത്ർ നിസ്കരിച്ചു. ഇങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഇതൊക്കെ 39 ഇങ്ങനെ പലതും വന്നതൊക്കെ ഹാദാ കുല്ലു ഹസനുൻ, ഇതൊക്കെ ഹസനാണ്. സായിഗുൻ അനുവദനീയവുമാണ്. പാടില്ല എന്ന് പറയുന്നത്
തെറ്റാണ്, വിവരക്കേടാണ്. ഇബ്നു തൈമിയ്യ പറയുന്നത് സായകുൻ ഇങ്ങനൊക്കെ ചെയ്യാൻ അനുവദനീയമാണ്, 8 പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാൻ വമൻ വന്ന അന്ന ഖിയാമ റമളാന ഫീഹി അദദുൻ മുഅയ്യനുൻ മുഅഖ്ഖത്തുൻ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസീദു വലാ യൻഖുസു ഫഖദ് അഖ്തഅ. വല്ല വഹാബികളും ധരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ എന്തെന്ന്, റമളാനിലെ നമസ്കാരം അതിൽ റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് കൃത്യമായൊരു എണ്ണമുണ്ട് എന്ന് ആരെങ്കിലും ധരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ, കൂട്ടാൻ പാടില്ല കുറക്കാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും ധരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഫഖദ് അഖ്തഅ, അവന് തെറ്റ് പറ്റിയിരിക്കുന്നു, അത് തെറ്റാണ് ആ പറയണത് എന്ന് കൃത്യമായി ഇബ്നു തൈമിയ്യ വിട്ടു പറയുന്നുണ്ട്. ഇമാം മുല്ല അലിൽ ഖാരി ഖിയാം റമളാന്റെ ബാബിൽ മറ്റേ മിർക്കാത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതന്നെയാണ് ഒരുവിധം പടച്ചോനെ പേടിയുള്ളവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. വിവരമുള്ളവരൊക്കെ ഈ നിലപാട് തന്നെ ചെയ്യും. റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് കൃത്യമായ ഒരെണ്ണം തറാവീഹിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. അന്ന് 3 ദിവസം നമസ്കരിച്ചിട്ടുണ്ട്. ആ നമസ്കരിച്ചത് ഏതാണെന്ന് ആ റിപ്പോർട്ടുകളിലൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു റിപ്പോർട്ടാണല്ലോ 8ഉം 3ഉം ജാബിർ എന്നവർ പറഞ്ഞില്ലേ, ജാബിർ എന്നവർ പറഞ്ഞ ആ റിപ്പോർട്ടിന്റെ അവസാനത്തിൽ തന്നെ പറഞ്ഞത് ഖശീതു അൻ യുഫറല അലൈക്കുമുൽ വിത്റു, വിത്ർ ഫർലാക്കുമെന്നാണ് ഞാൻ ഭയപ്പെട്ടത്, അതുകൊണ്ടാണ് 4ാമത്തെ ദിവസം ഞാൻ വരാതിരുന്നത്, അല്ലെങ്കിൽ പിറ്റേന്ന് സുബഹിന് ശേഷം ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. അത് ആ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് വിത്റാണ് റസൂലുള്ളാഹി നമസ്കരിച്ചത്. അതുകൊണ്ട് മാത്രമല്ല, ആയിഷ ബീവിന്റെ ഹദീസും കൂടി പരിശോധിക്കുമ്പോൾ ചേർത്ത് വെച്ച് പഠിച്ചാൽ അത് വിത്റാണ് നമസ്കരിച്ചത്. അല്ലാതെ തറാവിഹി നമസ്കാരത്തെ സംബന്ധിച്ചല്ല പറയുന്നത്, ആ റിപ്പോർട്ടുകളിലൊന്നും പറയുന്നത്. തറാവിഹിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു എണ്ണം റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല. ഉണ്ട് എന്ന് ആരെങ്കിലും ധരിച്ചു വെക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. 8 പാടുള്ളോ എന്ന് റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് പറയുന്നത് തെറ്റാണ്, നുണയാണ്, അത് ദുർവ്യാഖ്യാനം നൽകലാണ്, അത് വളരെ അപകടകരവുമാണെന്ന് മനസ്സിലാക്കണം. ചുരുക്കത്തിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് അന്ന് അതിന് സന്നിഹിതരായ സഹാബിമാരും പിന്നീട് അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളും പിന്നീട് മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ചു വന്നവരൊക്കെ ഈ 20 അംഗീകരിച്ചു വന്നവരാണ്. ചിലർ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ 8 പാടുള്ളൂ എന്ന വാദം ഒരു നിലക്കും നിലനിൽക്കുന്നതല്ല. അതിന് യാതൊരു പ്രാമാണികതയും ഇല്ല, ഒരു നിലക്കും അത് ആധികാരികത ഇല്ലാത്തതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ 8 ആണ് റസൂലുള്ളാഹി നമസ്കരിച്ചത്, 8ഉം 3ഉം 11 റസൂൽ നമസ്കരിച്ചത്, ഉമർ ഇബ്നു ഖത്താബ് എന്നവരും സഹാബിമാരും പിന്നെ അത് 20 മാറ്റി എന്ന ഒരു ധ്വനി വരുത്തി വെക്കാൻ, റസൂൽ നമസ്കരിച്ചത് തറാവിഹ് 8 ആയിരുന്നു, പിന്നീട് ഇവർ മാറ്റി 20 എന്ന ഒരു ധ്വനിയിൽ സംസാരിക്കുന്നത്, ഇത് വാസ്തവത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നതല്ല, ഇത് പുറമേ നിന്ന് കടന്നു വന്നിട്ടുള്ള വാദമാണ്. എന്തിനു വേണ്ടി? ഇതൊരു പൂത്തിരിയൊന്നല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ദീനിൽ സംശയിപ്പിക്കാൻ, സ്വഹാബത്തിനെ അവിശ്വസിപ്പിക്കാൻ, സ്വഹാബത്തിന്റെ വിശ്വാസതയെ സംശയിപ്പിക്കാൻ വേണ്ടി ജൂതന്മാർ, സിയോണിസ്റ്റുകൾ, ദീനിന്റെ ശത്രുക്കൾ പലപ്പോഴും പല വളഞ്ഞ മാർഗം സ്വീകരിക്കാറുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണിത്. അഥവാ റസൂലുള്ളാഹി 8 നമസ്കരിച്ചത്, സഹാബത്ത് പിന്നെ അത് 20 എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, ഇത് വളരെ അപകടകരമാണ്. അതിന്റെ ദൂരം വളരെ വളരെ വ്യാപകമായിട്ടുള്ളതാണ്. അതായത് നേരെ അത് ചെല്ലുന്നത് ആരിലേക്കാണ്? ഉമർ ഇബ്നു ഖത്താബ് എന്നവരിലേക്കാണ്. ഉമർ ആരാണെന്ന് പറയേണ്ടതില്ല, ഉമർ റളിയല്ലാഹു അൻഹു ആരാണെന്ന് പറയേണ്ടതില്ല. അത് അംഗീകരിച്ച സഹാബിമാരിലേക്കുമാണ്. അവർ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് മനസ്സിലാക്കി, അവർക്കറിയാലോ. ഈ 11 അവരെന്നല്ലേ പറഞ്ഞത്. ആ സഹാബിമാര് ഇബ്നു അബ്ബാസ് എന്നവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ സഹാബിമാരൊക്കെ ഉണ്ടായിട്ടും അവരൊക്കെ പൂഴ്ത്തി വെച്ചു നിന്നിട്ട് ദീനിൽ കടത്തിക്കൂട്ടി എന്ന ധ്വനി വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ദീനിൽ സംശയിപ്പിക്കുക എന്ന. പിന്നെന്ത് ദീനാണ്? ആ സഹാബിമാരെ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ഖുർആനാണ്, പിന്നെന്ത് ഹദീസാണ്, പിന്നെന്ത് ബുഖാരിയാണ്? വല്ലതിനും വല്ല അടിസ്ഥാനവും നിലനിൽപ്പും ഉണ്ടോ? പിന്നെ ഇല്ല. അപ്പൊ അതാണ് ജൂതന്മാര് ശത്രുക്കൾ ലക്ഷ്യം വെക്കുന്നത്, സംശയിപ്പിക്കുക, സഹാബത്തിനെ തള്ളിക്കളയാൻ വഴി വെക്കുക. അങ്ങനെ സംശയിപ്പിക്കാൻ പല മാർഗങ്ങളും അവർ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിലുള്ള വാദങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് സൂക്ഷിക്കണേ, അത് വലിയ അപകടമുള്ള വിഷയമാണ്. അത് നമ്മൾ ആർക്ക് വേണ്ടിയാണ് ആ പറയുന്നത്? ശത്രുക്കൾക്ക് ഏണി വെച്ചു കൊടുക്കുന്ന പണിയാണത്. അത് മനഃപൂർവ്വം ചില ആളുകൾ വിവരക്കേട് കൊണ്ടും അത് ഏറ്റെടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ്. സ്വഹാബത്തിനെ ആരോപിക്കലാണ്,
ദീനിൽ സംശയിപ്പിക്കലാണ്. അതിന്റെ അപകടം വളരെ വലുതാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഏറ്റവും ചുരുങ്ങിയത് ഇത് പറയുന്ന ആളുകൾക്ക് ഈ ഒരു യഥാർത്ഥമെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് കഴിയണം. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് കൃത്യമായി ഈ ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ വിടാതെ, ഇനിയും റമദാൻ വരും, അപ്പൊ ക്ലാസ് റൂമിൽ ക്ലാസ് ഉണ്ടാകും, ഉസ്താദുമാർ ക്ലാസ് എടുത്തോളും, അത് അവരെടുത്തോട്ടെ, അത് പറയാനൊക്കെ ഇസ്തിഖാമന്റെ ആളുകളുണ്ട് എന്ന ഈ ചിന്തക്കൊന്ന് ഒഴിവാക്കിയിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് കൃത്യമായി പഠിക്കാൻ. ഒരു വിഷയം വന്നാൽ തറാവീഹിനെ സംബന്ധിച്ച് 2-3 രൂപത്തില. ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ് കൊണ്ടുവരിക. പിന്നെ ഉമർ റളിയല്ലാഹു തൊട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ തള്ളിക്കളയാനാണ്. പിന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വന്ന ഹദീസാണ് പിന്നെ കൊണ്ടുവരിക. ഇതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായി ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ചോദിക്കാം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തീരുന്നതിന് മുൻപ് ഒരുള്ള കുപ്പേരി കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയൊക്കെ തന്നെയാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അത് അതിന്റെ ആളുകൾ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ഏർപ്പാട് നമ്മൾ നിർത്തുക. ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന പണി നമ്മളും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി ദീനിനെ നിലനിർത്താനും ഇബാദത്തുകൾ ചെയ്യാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ത്വാഅത്തുകൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിന്റെ തൃപ്തി നേടി നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ 1 മണിയായി, 12:45 എന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ച് അത്യാവശ്യം വിഷയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ജലീൽദാരി ഉസ്താദിന്റെ തറാവി വിഷയത്തിലുള്ള 3ാമത്തെ പഠന ക്ലാസ്സാണ് കഴിഞ്ഞത്. തുടക്കം എല്ലാവരും കേട്ടു. അൽഹംദുലില്ലാഹ് ഇസ്ലാഹി വന്നു. അവസാനം മുങ്ങുന്ന ഗതികേട്. 35 മിനിറ്റോളം അവന് മൈക്ക് നമ്മൾ കൊടുത്തു. ലാസ്റ്റ് വിഷയം പറയാതെ മുങ്ങി. ആരെങ്കിലും ചോദിക്കാൻ? അബൂ റഫീ മൈക്ക് ഇട്ടുണ്ടില്ലേ ഞങ്ങൾക്ക്? നിങ്ങൾ ചോദിക്കേ. അസ്സലാമു അലൈക്കും. അബൂ റഫീ കേൾക്കണ്ട? അബൂ റഫീ, നിങ്ങളെ നെറ്റ് സ്ലോ സംശയമുണ്ട്. കാരണം ഞാൻ നിങ്ങൾ കേൾക്കുണ്ട ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് റിപ്ലൈ വന്നത്. ഞങ്ങൾ കൈപൊക്കി മൈക്കെടുക്കി. മൈക്ക് എടുക്കാനൊക്കെ അറിയുന്ന ആളായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്ക് വിട്ട് കഴിഞ്ഞാൽ ലോക്ക് ഓൺ മൈക്കിൽ ക്ലിക്ക് അടിക്കുക, എന്നിട്ട് മൈക്ക് എടുക്കുക. പെട്ടെന്ന് ചോദ്യം ചോദിക്കുക. ഉസ്താദിന് അധികം നമുക്ക് ഇരുത്താൻ പറ്റില്ല. അബൂ റഫീനൊക്കെ മൈക്ക് കിട്ടുന്നില്ലേ? അബൂ റഫീ കേൾക്കണ്ട? ഞങ്ങൾക്ക് വേണ്ട ഒരു അവസരം കൂടി തരാം. അബൂ റഫീ കേൾക്കണ്ട? ഞാൻ ഓൾ ഡോട്ട് ഉണ്ട് എല്ലാവർക്കും കൂടി. കാരണം ഇനിയിപ്പോ അങ്ങനെ ഒരു നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും, വേറെ ആരെങ്കിലും ആക്ഷനിലാക്കി വെച്ചാൽ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് മാത്രം ഡോട്ട് മാറ്റിയിട്ട് ഒരു അവസരം തരണ്ട്. നിങ്ങൾ മാത്രം നിർത്തി നോക്കി. ഇനി കിട്ടില്ല പിന്നെ കിട്ടൂല. കാരണം നെറ്റ് പ്രോബ്ലം ആയിരിക്കും. ഇനി ട്രൈ ചെയ്യ്.
അപ്പൊ രക്ഷയില്ല. എന്താ ചെയ്യാ, ഒന്നുക്കളെ നിങ്ങൾ സിസ്റ്റം അല്ലെങ്കിൽ മോഡം ഓഫാക്കി ഓണാക്കി വരണം, വേറെ മാർഗമില്ല. സോറി. പിന്നെ ഇനി മാറ്റാരെങ്കിലും ചോദിക്കാണ്ട. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, ദാരിമുസ്താദ് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പോ നേരത്തെ പറഞ്ഞ് നമുക്ക് 2 നിസ്കരിക്കാം അല്ലെങ്കിൽ 4 നിസ്കരിക്കാം, അതിന് അവനവന്റെ സമയം അനുസരിച്ച്. ഇപ്പൊ ചിലതിനോട് ഇപ്പൊ ഒരു വിധേയ കക്ഷികൾ പൊതുവെ 8 നിലനിർത്തി പോരുന്നു. അപ്പൊ അതിനോട് തുല്യമാക്കാതിരിക്കാൻ 6 അല്ലെങ്കിൽ 10 ആക്കിക്കൊണ്ട് സമയമില്ലാത്ത കാര്യട്ടാ, അതിനോട് എതിരാവലല്ല നല്ലത്. അത് 8 നിർത്തി പോകുന്നത് ചില പള്ളിയിൽ 8 മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ? അങ്ങനെ ഒരു അഭിപ്രായമല്ല. ഞാൻ ഒരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്, മൂസാ നബി എന്താണ് ജൂതന്മാരെ നോമ്പ് 10 ആയിരുന്നു, അപ്പൊ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുന്നത് അതിനോട് എതിരാൻ വേണ്ടി 9 നോൽക്കും എന്നതുപോലെ 8നോട് എതിരാൻ വേണ്ടിയിട്ട് നമുക്ക് 10 സമയമുള്ളവരുടെ കാര്യം, 20 ചെയ്യാത്തവരുടെ കാര്യം. അസ്സലാമു അലൈക്കും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. 8ഉം 3ഉം അങ്ങനെ 11 റക്അത്ത് നമസ്കരിക്കാം, 8ഉം 5ഉം 13 റക്അത്ത് നമസ്കരിക്കാം, എത്രയും പറ്റും. അത് അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിത്റിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. മുന്നേ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. 7 റക്അത്ത് 4ഉം 3ഉം 7 റക്അത്ത് നമസ്കരിക്കാറുണ്ട്, അത് വിത്റാണ്. അങ്ങനെ തുടങ്ങി പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ഈ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കൂട്ടത്തിൽ. അതായത് ഒരു ബിദ്അത്തിന്റെ കക്ഷികളുടെ ഒരു ഷിആറായി മാറിപ്പോ അങ്ങനെ അവർ ദുരുപയോഗം ചെയ്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മളും അക്കൂട്ടത്തിൽ 8ഉം മാത്രം നിസ്കരിച്ച് പോയാൽ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കാൻ, നമ്മളെ സംബന്ധിച്ച് തെറ്റിദ്ധരിക്കാൻ, അല്ലെങ്കിൽ ആ 8ന് എല്ലാവരും അങ്ങനെ ചെയ്യുന്നവർ തന്നെയാണ്, 8 മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ, എല്ലാവരും 8ന്റെ ആളുകളാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന രംഗങ്ങളിൽ അത് ഒഴിവാക്കലാണ് നല്ലത്. ഒന്നുകിൽ 6 അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ 10 നിസ്കരിച്ചിട്ട് എന്താക്കുക, അങ്ങനെ വന്നിട്ടുണ്ട്. അതായതിന്റെ ഉദ്ദേശം വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിൽ നിന്ന് എല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട്, അതൊക്കെ വിത്റാണ് നമസ്കരിച്ചത്. അതേസമയം 8 മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ എന്ന വാദക്കാരിൽപ്പെട്ടവരാണ് നമ്മളെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ആ വാദത്തിനും കുറെ ആളുകൾ ഉണ്ട് എന്നോ, അല്ലെങ്കിൽ അതിന് വല്ല ആധികാരികത ഉണ്ട് എന്നോ ആരെങ്കിലും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ടായാൽ അവരോട് സാമ്യപ്പെടാതിരിക്കലാണ്. അങ്ങനെ ഒരു ദീനിൽ അങ്ങനെ ഒരു അടിസ്ഥാന നിലപാടുണ്ട്. അതായത് ബാത്തിലിന്റെ ആളുകൾ, പിഴച്ച ആളുകൾ, ബാത്തിലിന്റെ ആളുകളുടെ പ്രവർത്തികളോട് നമ്മുടെ പ്രവർത്തികൾ സാമ്യപ്പെടുന്ന രംഗങ്ങൾ വരുമ്പോൾ അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടവെക്കുമെന്ന കാരണത്താൽ അവരോട് എതിരാവുക. അത് പല വിഷയത്തിലുണ്ട്, പല വിഷയത്തിലും. അപ്പൊ ആ നോമ്പിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇപ്പോ നോമ്പ് തുറക്കുന്ന കാര്യം, ആശുറാന്റെ നോമ്പിന്റെ വിഷയത്തിൽ മാത്രമല്ല, നോമ്പ് തുറക്കുന്ന കാര്യങ്ങൾ, നോമ്പ് തുറക്കൽ നമുക്ക് സുന്നത്ത് എങ്ങനെയാണ്? സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. ഇന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂന എന്നവിടെ പറഞ്ഞു റസൂലുള്ളാഹി. ജൂതന്മാരും ക്രിസ്ത്യാനികളും പിന്തിക്കുന്നവരാണ്. ജൂതന്മാരും ക്രിസ്ത്യാനികളും നോമ്പെടുക്കും, അവരെന്താക്കും? സമയമായാലും പിന്തിക്കും. അപ്പോ എന്താ നമ്മൾക്ക് അവിടെ സുന്നത്ത് പെട്ടെന്ന് നോമ്പ് തുറക്കലാണ്. അപ്പൊ അവരോടുള്ള പ്രവൃത്തികളോട് സാമ്യപ്പെടാതിരിക്കാൻ, ബാത്തിലിന്റെ ആളുകളുടെ പ്രവൃത്തികളോട് സാമ്യപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനൊരു അടിസ്ഥാനം ദീനിലുള്ളത് തന്നെയാണ്. ഈ വർഗത്തോട് സാമ്യപ്പെടാതിരിക്കുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് അത്തരം രംഗങ്ങളിൽ അത് ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ്. അബൂ റഫീന് മൈക്ക് കിട്ടുന്നില്ല എന്നാണ് പറയണത്. ഇനി ഒന്നുകൂടി ശ്രമിച്ച് നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും. ഷരീഫ് എഴുന്നേറ്റേണ്ട മറ്റൊരു ചോദ്യം കൊണ്ട് ജസാക്കല്ലാഹ് ഖൈർ. പിന്നെ ഇപ്പൊ 8ഉം 3ഉം 11 നിസ്കരിക്കുന്ന പള്ളികൾ പല സ്ഥലത്തുണ്ട്, വിദേശങ്ങളിൽ ഉണ്ട്, 20ന്റെ ഉണ്ട്. അങ്ങനെ 8 കഴിഞ്ഞിട്ട് 3 വിത്റാണ് നിസ്കരിക്കൽ അവര്. അപ്പൊ ആ 3ലെ 2 ഉണ്ടല്ലോ, നമുക്ക് 2 ഇമാമി വിത്ര നിസ്കരിക്കുമ്പോൾ നമുക്ക് തറാവി നിയ്യത്ത് വെച്ചുകൊണ്ട് 10+1 അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? തറാവീഹ് 8 റക്അത്തും 3 റക്അത്ത് വിത്ർ നമസ്കരിക്കുന്ന ഇമാമാണെങ്കിൽ അങ്ങനത്തെ ഇമാമിങ്ങളോട് തുടരാതിരിക്കലാണ് നല്ലത്. അങ്ങനത്തെ ഇമാമിങ്ങളോട് തുടരാതിരിക്കുന്നതാണ് നല്ലത്. ജമാഅത്തിന്റെ കൂലിയും കിട്ടണ്ടേ? ഇങ്ങനെ ഒരു നിദാനമില്ലാത്ത പൊട്ടവാദാണല്ലോ.
ഒരു നിദാനമില്ലാത്ത പൊള്ളവാദം, വിവരക്കേട് മാത്രം അടിസ്ഥാനമാക്കി ചെയ്യുന്ന ആളുകളാണ്. അത് ദീനാവില്ല. അങ്ങനെ വിശ്വസിച്ച് ചെയ്യുന്നവർ ദീനാവില്ല. അതേസമയം അത്ര സാധിക്കണുള്ളൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമെങ്കിൽ അതിന് ഹുക്കുമ വേറെയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ. എന്നാലും അങ്ങനെ ചെയ്യേണ്ടി വന്നു നിൽക്കാം. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ പറ്റൊക്കെ ചെയ്യുമ്പോൾ ഇമാം എന്ത് ചെയ്യാണ്, ഒരു റക്അത്ത് വിത്ർ നിസ്കരിക്കാൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, തറാവീഹ് നിയ്യത്ത് ചെയ്തിട്ട് ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ നിസ്കരിക്കുക. ഇമാം സലാം വീട്ടി ഒരു റക്അത്ത് എന്താക്കുക, നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കാം. അങ്ങനെ വിരോധമൊന്നുമില്ല, സാധിക്കുന്നതാണ്, അനുവദനീയമാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിസ്കാരത്തിന്റെ തകരാറൊന്നും വരാനില്ല. അങ്ങനെ എന്താക്കാം, നമുക്ക് തറാവീഹ് നിയ്യത്ത് ചെയ്യാം. ഇമാമ് വിത്റാവ് നിസ്കരിക്കുന്നുണ്ടാവാം. ഒരു റക്അത്ത് കഴിഞ്ഞാൽ നമുക്ക് സലാം വീട്ടി നിസ്കരിക്കാവുന്നതാണ്. പിന്നെ അതിന്റെ മസല അങ്ങനെ. പിന്നെ ഒരു PM എന്ന് കണ്ടു. PM എഴുതിയിട്ടുള്ളത് ഇതാപ്പം ബാബുർ റയ്യാൻ ക്ലാസ്. എന്നിട്ട് മൂപ്പര് ഇങ്ങനെ ചിരിക്കണിരുന്നിട്ട്, ഇതാപ്പം ബാബുർ റയ്യാൻ ക്ലാസ്. അബൂ ഹർഷീനക്ക് ഇതൊന്നും പറ്റിയിട്ടില്ല. അതങ്ങനെ തന്നെയാണ്, ദൈക്കൂലാന്ന് നമുക്ക് ആദ്യം തന്നെ അറിയാം. അബൂ ഹർഷീനക്ക് വേറെ വലിയതും പറഞ്ഞു. നമ്മുടെ അടുത്ത് ഇതൊക്കെ തന്നെയുള്ളത്. നമ്മളടുത്ത് പുതിയതായിട്ടുള്ള ആളുകളെ പറ്റിക്കാനുള്ള ബോംബുകളൊന്നും നമ്മളടുത്ത് ഉണ്ടാവില്ല. നമ്മളടുത്ത് ഇതൊക്കെ തന്നെയുള്ളത്. അബൂ ഹർഷീനന്റെ അടുത്ത് വലിയ തഹ്ഖീഖുകൾ വല്ലതും ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നിട്ടൊന്ന് പൊട്ടിച്ചാല് തരക്കേടില്ല, ക്ഷണിക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കാവോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തോ സിസ്റ്റം കേടായിരുന്നു. പക്ഷെ ഇപ്പൊ സമയമില്ലാത്തപ്പോൾ ചോദിച്ച് സംസാരിക്കാനുള്ള സമയം ഉണ്ടോന്ന് തോന്നുന്നല്ലോ ഉസ്താദിന്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാനിപ്പോ കുറച്ചൊക്കെ ക്ലാസ് കേട്ട സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാക്കുന്ന അഷ്റഫുൽ ഖൽഖിൽ നിന്ന് അങ്ങനെ ഒരു 20 റക്അത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നല്ലേ ഉസ്താദ്? ഒരു ചോദ്യമാണ് എന്റെ. അതായത് 20 റക്അത്ത് പ്രവാചകനിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് തന്നെയല്ലേ അതുകൊണ്ട് മനസ്സിലാകുന്നതെന്നാണ് എന്റെ ചോദ്യം. അഷ്റഫുൽ ഖൽഖിൽ നിന്ന് ഒരു നിശ്ചിത അതത് വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തറാവീഹിന്റെ കാര്യത്തിൽ ഒരു നിശ്ചിത അതത് വന്നിട്ടില്ല. അതുണ്ട് എന്ന് ആരും ഇവിടെ പറയണില്ല, പറഞ്ഞിട്ടുമില്ല. അതും കേട്ടില്ലേ? അതും കേട്ടില്ലേ? അങ്ങനെ ഒരു നിശ്ചിത അതത് വന്നിട്ടില്ല. അതുകൊണ്ട് 8 റക്അത്താണ് റസൂലുള്ളാഹി നമസ്കരിച്ചത് എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ പറയുന്നത് തെറ്റാണ്. അതാരാ പറഞ്ഞത്? ഇബ്നു തൈമിയ്യ. അത് കേട്ടോ? അതെന്താ അതൊന്നും പറഞ്ഞിട്ടാവുന്നു കേൾക്കാതിരുന്നത്? അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. 8 റക്അത്താണ് റസൂലുള്ളാഹി നമസ്കരിച്ചത് എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ തെറ്റാണ്. റസൂലുള്ളാഹി 20 റക്അത്താണ് നമസ്കരിച്ചത് ആരെങ്കിലും പറഞ്ഞോ? നമ്മൾ ആരും അത് പറഞ്ഞില്ലല്ലോ. ഒരു ആളും പറഞ്ഞില്ല. നമ്മൾ പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ ജനങ്ങളെ കൂട്ടി നമസ്കരിച്ചതായിട്ട് വന്നിട്ടുണ്ട് എന്നല്ലാതെ അതിന്റെ അതത് വന്നിട്ടില്ല, കൃത്യമായി സ്ഥിരപ്പെട്ടിട്ടില്ല. തറാവീഹിന്റെ അതത് വന്നിട്ടില്ല. അതേസമയം പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്ത് നിലനിന്നതൊക്കെ പിന്നീട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകൾ സ്വന്തമായി നമസ്കരിക്കാറുണ്ട്. ചിലർക്ക് ഇഷ്ടമുള്ള ഇമാമിയങ്ങളുടെ പിന്നാലെ പോയി നമസ്കരിക്കാറുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്ത ഒരു ഏകീകൃത രൂപമല്ല നിലനിന്നത് റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തും പിന്നീട് സിദ്ദീഖ് എന്നവരുടെ കാലത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യകാലങ്ങളിലും. പിന്നീട് ഇതൊക്കെ കോലം മാറിപ്പോകുന്നത് കണ്ടപ്പോ, അതായത് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഇമാമിന്റെ പിന്നാലെ നല്ല ഖിറാഅത്ത് എവിടെ കേൾക്കണിച്ച് അവിടെ പോയി നിസ്കരിക്കുക. അപ്പൊ ഈ നിസ്കാരത്തിന്റേതായ ഒരു ശരിയായ ഇഖ്ലാസിനൊക്കെ കോട്ടം തട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കണ്ടതാണ് ഉമർ റളിയല്ലാഹു അൻഹു അതൊക്കെ മാറ്റിയിട്ട് ഒരു ഏകീകൃത രൂപം അതിന് കൊണ്ടുവരാൻ കാരണം. അതൊക്കെ വലിയൊരു സേവനം തന്നെയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ഒക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ നിലക്ക് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടി നമസ്കരിച്ചു, നിലനിർത്തി, മുസ്ലിമീങ്ങൾക്ക് കൈമാറി കൊടുത്തു. അത് സഹാബത്ത് പിന്നീട് നിലനിർത്തി താബിഈങ്ങൾക്ക് കൈമാറിക്കൊടുത്തു. താബിഈങ്ങൾ കൈമാറി തന്നതും പിന്നീട് മുസ്ലിമത്തൊക്കെ നിലനിർത്തി വന്നതും ഈ 20 അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉള്ളതന്നെ പറയാറുള്ളൂ, ഉള്ളതന്നെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് തങ്ങളെ തൊട്ട് ഒരു കൃത്യമായ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല എന്തെന്ന് തറാവീഹിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ. പിന്നെ അതുകൊണ്ട് തന്നെ തങ്ങളുടെ പേരിൽ 8 എന്ന് പറയുന്നവർ നുണ പറയുന്നവരാണ്, അല്ലെങ്കിൽ വിവരക്കേട് വിളിച്ചു പറയുന്നവരാണ്. രണ്ടായാലും അത് തെറ്റാണ്. തങ്ങളുടെ പേരിൽ തെറ്റായ കാര്യം പറയുന്നത് അതിപ്പോ അബൂ റഫീന് അറിയാലോ, അപകടകരമാണ്, അത് എവിടേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നതും കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
അസ്സലാമു അലൈക്കും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു എണ്ണം നിശ്ചയിക്കാത്ത ഒന്നില് നമ്മൾക്ക് ഈ എണ്ണം നിശ്ചയിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതായത് ഒരു ഇബാദത്ത് നമ്മൾക്ക് സ്വന്തമായി അങ്ങനെ ഉണ്ടാക്കാനുള്ള വല്ല അധികാരവും ഇസ്ലാമിലുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. എന്താ ചോദിച്ചത്? നമ്മൾക്ക് അധികാരമുണ്ടോ? എന്താ ഇസ്ലാഹി കണ്ണ് പോലെ അബൂ റഫീനും കണ്ണ് കാണില്ലേ? നമ്മൾ അധികാരം ഉപയോഗപ്പെടുത്തിയും കൊണ്ട് 20 ആക്കിയെന്ന് അത്ര നേരം പറഞ്ഞത്. ഈ വഹാബികളൊക്കെ അങ്ങനെ തന്നെയാ. അബൂ റഫിയോട് അടിക്ക്, അബൂ റഫി മൈക്ക് എടുക്കേണ്ട മുന്നേ അവിടെ അടിക്ക്. 20 റക്അത്ത് ആക്കി നിശ്ചയിച്ചത് ആരാണെന്നാ ഞാൻ അത്ര നേരം പറഞ്ഞത്. ഇയാൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് അടിക്കുക അവിടെ. അബൂ റഫിയോട് അടിക്ക്. ഇത്രയും ആളുകൾ കേട്ടല്ലോ. 20 റക്അത്ത് ആക്കി നിശ്ചയിച്ചത് ആരാണ് എന്നാ പറഞ്ഞത്. എന്താ ഇയാൾ അടിക്കാത്തത്? അബൂ റഫി അവിടെ അടിക്ക്. പറഞ്ഞു ഉമർ. പിന്നെ എന്താ നമ്മൾ എന്ന് പറയുന്നത്? എന്താ ഈ നമ്മൾ കൊണ്ട് ഇയാൾ എന്താ ഉദ്ദേശിച്ചത്? നമ്മളെ വക അവിടെ ദീനിലൊന്നുമില്ല, ദീനിൽ അങ്ങനെ കടത്താൻ പറ്റില്ല. പിന്നെന്താ? അത് വഹാബികളാ കടത്തുന്ന ആളുകൾ. റസൂലുള്ള നിശ്ചയിക്കാത്ത ഒന്നിനെ 8-3 എന്നിങ്ങനെ വസ്തുതയ്ക്ക് നിരക്കാത്ത പൊള്ളവാദം പറഞ്ഞുകൊണ്ട് നിശ്ചയിച്ചത് വഹാബികളാണ്. അതാണ് തെറ്റ്. അതെന്താ ഇയാൾക്ക് കണ്ണു കാണാത്തത്? അത് മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ട് വേറെ രൂപത്തിലേക്ക് ഇങ്ങനെ എന്തെല്ലോ ചില ഉദ്ദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. അതൊന്നും നടക്കൂല കുട്ടിയെ, അത് നടക്കൂല. അതൊക്കെ കൃത്യമായി ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിലും വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കൽ നല്ലതാണ്. അതുകൊണ്ട് നമ്മളാരും കടത്തിക്കൂട്ടിയതല്ല. അത് നമ്മളാരും അങ്ങനെ കടത്തിക്കൂട്ടുന്നവരുമല്ല. അത് ദീനാവൂല്ല. അങ്ങനെ ഒരു നിലപാട് നമുക്ക് ആർക്കും ഇല്ല. പിന്നെ കാരണം ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പെരിപ്പിച്ചെങ്കിലേ ഈ വഹാബികൾക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എന്താ അവിടെ ജോലി? കൂട്ടരെ വഹാബികൾക്ക് എന്താ ഇവിടെ ജോലി? ഇസ്ലാഹിയാണത്. ഇസ്ലാഹി വേറെ ഐഡിയയിൽ വന്നിട്ടുണ്ട്. സാധു. അതായത് ഇപ്പൊ ചില ആൾക്കാരുണ്ട് സ്വന്തം പേരും ഐഡിയും പറയാനിങ്ങനെ പ്രയാസപ്പെടുന്ന ചില ആളുകളുണ്ട്. എന്റെ പള്ളിയിൽ വേറെ ചില ആളുകളൊക്കെ വരും. അപ്പൊ ചോദിച്ചാല് എവിടെ ഇപ്പൊ പഠിച്ചത്? അപ്പൊ തല താത്തി ഇങ്ങനെ കാരന്തൂരാന്നൊക്കെ ഇങ്ങനെ പറയും ചിരിച്ചിട്ട്. എന്ന മാതിരി ചില ആളുകൾ സ്വന്തം ഐഡിയയിലും സ്വന്തം പേരിലും പറയാൻ പറ്റാത്ത ചില ആളുകൾ അല്ലേ. ആ ഐഡിയ ഒന്നും മാറ്റൊന്നും വേണ്ട, നേരെ ചൊവ്വൻ തന്നെ വരാലോ. ഏതായാലും അബൂ റഫി ഇതല്ല, ഇങ്ങനെയല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാര്യങ്ങൾ നമ്മളിവിടെ കൃത്യമായി പറഞ്ഞു, ഒരു വളച്ചുകെട്ടില്ലാതെ. ഇത്രയേറെ കേട്ടില്ലേ? നമ്മളല്ല റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് കൃത്യമായ ഒരു അതിഥി. റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് തൊട്ട് എല്ലാ കാര്യത്തിലും കൃത്യമായ നെസ് വന്നിട്ടുണ്ടെന്ന് വേറെ ആർക്കെങ്കിലും വാദമുണ്ടോ? അങ്ങനെ നെസ്സല്ല. ദീൻ സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദീനിന്റെ ഉസൂലുകളാണ് നമുക്ക് സ്ഥിരപ്പെടുത്തി തന്നത്. മനസ്സിലായ? പിന്നെ അതിന്റെ വിവിധ വിശദാംശങ്ങളൊക്കെ അതിന്റെ ഉസൂലുകളിൽ നിന്നുകൊണ്ട് കണ്ടെടുക്കാൻ കഴിയുന്ന ഇമാമിയങ്ങൾ എന്ത് ചെയ്യും? കണ്ടെടുക്കും. അതാണ് ഇജ്തിഹാദിന്റെ ഇമാമിയങ്ങൾ ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട്. അതേസമയം തറാബീഹിന്റെ കാര്യത്തിലുള്ള നിലപാട് എന്താണ്? അത് ഉമർ ഇബ്നു ഖത്താബ് എന്നവരാണ് അത് നടപ്പിലാക്കിയത്. ഉമർ ഇബ്നു ഖത്താബ് ആരാണെന്നറിയില്ലേ? ആ മഹാനവറുകൾ ചെയ്തു. അത് അക്കാലത്തുള്ള സഹാബിമാരൊക്കെ അംഗീകരിച്ചു. അത് മുസ്ലിമീങ്ങൾക്ക് അവർ കൈമാറി കൊടുക്കുകയും ചെയ്തു. അതാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അതിലെന്താ തെറ്റുള്ളത്? അതെന്താ അംഗീകരിക്കാത്ത പ്രയാസം? അപ്പോൾ ഉസ്താദേ, അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തവഖുഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ എന്തിനാണ് ഫുഖഹാക്കൾ അങ്ങനെ പറഞ്ഞു? ഉസൂലിൽ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തവഖുഫ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അസ്വല് സ്ഥിരപ്പെടുക, തിരിഞ്ഞോ? അസാലത്തിന് സ്ഥിരപ്പെടുക. അതിന്റെ രൂപങ്ങളോ അതിന്റെ ഭംഗിയോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് വിശദാംശങ്ങളല്ല. മനസ്സിലായ? അല്ല അസ്ലു ഫിൽ ഇബാദത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്ലു ഫിൽ ഇബാദത്ത്, അസ്ലു സ്ഥിരപ്പെടുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് മനസ്സിലാക്കിയ ആൾ തന്നെയാണ്. മനസ്സിലായ? ഇബാദത്തിന്റെ അസ്ല് എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഉമർ ഇബ്നു ഖത്താബ് എന്നവരാണ് നടപ്പിലാക്കിയത്. മൂപ്പരിപ്പോ പുതിയ വലിയൊരു ഇബാർത്തും കൊണ്ടുവരിക. നിങ്ങൾക്കത് തിരിഞ്ഞിട്ടില്ല കൂട്ടരെ. നിങ്ങളത് തിരിയാൻ മാത്രമല്ലേനു. മനസ്സിലായ? എടുത്താ പൊന്താത്തത് വലിക്കാൻ പോണ്ട. അത് ഉമർ ഇബ്നു ഖത്താബ് എന്നവർ തിരിഞ്ഞും കൊണ്ട് തന്നെയാണ് നടപ്പിലാക്കിയത്. മനസ്സിലാവണ്ട? ഉമർ ഇബ്നു ഖത്താബ് എന്നവർ ഇബാദത്തിന്റെ അസ്ൽ എന്താന്ന് ഇതിനെ സംബന്ധിച്ചൊന്ന് പറയും. ഇതുപോലെ ഇബാറത്ത് വായിക്കാൻ പറഞ്ഞു, വലിയ ഇബാറത്ത് വായിച്ചൊക്കെ പറയും.
എവിടുന്നെങ്കിലും വല്ല കണ്ടം തുണ്ടം പഠിപ്പിച്ചിട്ട് ജുമാ ഖുത്ബ പരിഭാഷപ്പെടുത്താന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റേ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വിടുന്നില്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലും കണ്ടം തുണ്ടം പറഞ്ഞുകൊണ്ട് നുണ പറയലും അല്ലാതെ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാ? നിങ്ങളെ വാദത്തിന് നിലനിൽപ്പുണ്ടാ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാ? ആരെ സംബന്ധിച്ച നിങ്ങൾ ഈ പറയണത്? ആരെ സംബന്ധിച്ച ഈ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങൾ ഉദ്ധരിക്കുന്ന 11ന്റെ ഹദീസ് വെച്ചുകൊണ്ട് തറാവീഹ് 8 റക്അത്താൻ തെളിയിക്കാൻ കഴിവുള്ള ഒരൊറ്റ വഹാബി ദുനിയാവിലുണ്ടോ? ഞങ്ങൾക്ക് അതാ കാണേണ്ടത്. അസ്ലു ഫിൽ ഇബാദത്തി തവഖുഫ് ആണത്രേ. എന്താ ഉമർ ഇബ്നു ഖത്താബ് എന്നവർക്ക് അത് തിരിഞ്ഞിട്ടില്ലാന്നാ? ഉമർ ഇബ്നു ഖത്താബ് എന്നവർക്ക് അത് തിരിഞ്ഞിട്ടില്ല, സഹാബിമാർക്കും തിരിഞ്ഞിട്ടില്ല. അപ്പൊ 4 വഹാബികൾക്ക് അത് തിരിഞ്ഞത്? അത് കെട്ടികളോട് പറയേണ്ടതാണ്, ഇവിടെ പറയേണ്ടതല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തിയതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് തെറ്റായി പോയി എന്നൊക്കെ വാദമുണ്ടെങ്കിൽ അത് പറയും. ഉസ്താദേ, ഞാൻ ക്ഷമിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞു എന്ത് വേണമെങ്കിലും. പിന്നെ ഇബാദത്തിൽ അസ്ല് തൗഖുഫാണ്. അതായത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാൻ വന്ന ആളെ പിന്നെ എന്തിനാ വന്നത്? പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങളെ നരകത്തിൽ നിന്ന് ദൂരമാക്കുന്ന ദൂരെ തന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ ഓരോ കാര്യവും ഞാൻ നിങ്ങളോട് പറയാതെ പോയിട്ടില്ല. ആ പ്രവാചകന്റെ ചെറിയയിലുണ്ടോ എന്നതാണ് ഉസ്താദ് ഒരു പണ്ഡിതനാണെങ്കിൽ തെളിയിക്കേണ്ടത്. എന്റെ ഔദാര്യൊന്നും ഇവിടെ വേണ്ട, മൂപ്പര് ക്ഷമിക്കുന്നുണ്ട്. ആരെ സംബന്ധിച്ചപ്പോ ഈ ആരോപണം ഉന്നയിക്കണമെന്ന് അറിയോ? ആരെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കണത്? അള്ളാന്റെ റസൂല് ദീനിൽ പഠിപ്പിക്കേണ്ടതൊക്കെ അവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ചര്യയിൽ സ്ഥിരപ്പെടാത്തതൊക്കെ എന്താണെന്നപ്പോ ഈ പറയണത്? അള്ളാന്റെ റസൂലിന്റെ ചര്യയിൽ നഫ്സൻ സ്ഥിരപ്പെടാത്തതൊക്കെ അനാചാരവും തെറ്റുമാണെന്നാണോ? എന്നാ തെറ്റ് നീ നേരെ ആരോപിക്കുന്നത് ഉമർ ഇബ്നു ഖത്താബ് എന്നവരെയും സഹാബത്തിനെയാണ്. ഇത് ജൂതന്മാരെ പണിയാണെന്നാ പറഞ്ഞത്. മനസ്സിലായ? അതുകൊണ്ടാ ചില വർത്താനങ്ങൾ പറയേണ്ടി വരുന്നത്. അതതിന്റെ ഗൗരവത്തിൽ തന്നെ വരും. അതിന് ക്ഷമിക്കുന്നുണ്ടെന്ന് ഔദാര്യം കാട്ടിയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായ? ഇവിടെ വന്ന് പറയുമ്പോ ഇവിടെ ചില ചിട്ടകളും അദബുകളും ഉണ്ട്. അത് ആരെ സംബന്ധിച്ചാ പറയണതെന്ന് നോക്കിയിട്ട് വേണം പറയാൻ. അതുകൊണ്ട് കിട്ടേണ്ടത് കിട്ടും, അതിനിവിടെ പരിതപിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഉമർ ഇബ്നു ഖത്താബ്, ഈ മൈക്കെടുത്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടോ? ഉമർ ഇബ്നു ഖത്താബ് എന്നവരിങ്ങനെ നടപ്പിലാക്കി എന്ന് ഇവിടെ തെളിയിച്ചു. അത് സഹാബത്ത് അംഗീകരിച്ചും തെളിയിച്ചു. ഇത് തെറ്റായിരുന്നോ ശരിയായിരുന്നോ അത് പറഞ്ഞാൽ മതി. ഉമർ എന്നവര് നടപ്പിലാക്കിയ ആ ഒരു പരിപാടി 20 റക്അത്ത് നിസ്കരിക്കൽ തെറ്റായിരുന്നോ ശരിയായിരുന്നോ അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. വേറെ ചർച്ചകളുടെ ആവശ്യമില്ലല്ലോ. വേറെ ചർച്ചയിലേക്ക് പോയാൽ പൊള്ളൂ എനിക്കറിയാം. നിങ്ങൾ അത് ഇവിടെ സ്ഥിരപ്പെടുത്തേണ്ടത് ഇതാണ്. ഇബാദത്ത് അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ, അങ്ങനെ ഒരാൾക്ക് ദീനിൽ ഒരു ഇബാദത്ത് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ് ആര് സ്ഥിരപ്പെടേണ്ടത് ആദ്യം. എന്നിട്ടല്ലേ അതിനപ്പുറമുള്ളത് വേണ്ടത്. ഉസ്താദായിരിക്കാം നിങ്ങൾ, അതിനുള്ള ഒരു ഇത്. പൊള്ളിയത് കൊണ്ടല്ലേ ഇതുവരെ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് തൊടാൻ നിങ്ങൾക്ക് കഴിയാത്തത് അല്ലേ? ഞാൻ ഈ 3 ക്ലാസ്സുകളിലായി എടുത്ത വിഷയത്തെ സംബന്ധിച്ച് ഒരൊറ്റൊന്നിനെ സംബന്ധിച്ച് തൊടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? പൊള്ളിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. പൊള്ളിയത് കൊണ്ടല്ലേ അത് തൊടാത്തത്. എന്നാലേ കൈ പൊള്ളുന്നത് ശരിക്കും നിനക്കാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? നീ ഇപ്പൊ ആരോപിക്കുന്നത് ആരെയാണ്? ആരെ സംബന്ധിച്ച് ആരോപിക്കുന്നത്? തെറ്റാണെന്നാണോ നിന്റെ വാദം? എങ്കിൽ അത് തുറന്നു പറ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തിയത് തെറ്റായിരുന്നു എന്ന് വാദമുണ്ടോ ഇല്ലേ? രണ്ടാലൊന്ന് പറഞ്ഞാൽ മതി. പൊള്ളുകയാണ് അത്രേ. ആരെ കൂട്ടരുങ്ങൾ ഈ പൊട്ടന്മാരാക്കുക? നിങ്ങളെ മാതിരി എല്ലാവരും പൊട്ടന്മാരാന്ന് വിചാരിക്കണ്ടോ നിങ്ങൾ? ഉമർ ഇബ്നു ഖത്താബ് മൈക്കെടുത്താൽ പറയേണ്ടത്, അമീർ ശ്രദ്ധിക്കുക, മൈക്കെടുത്താൽ ഇയാൾ പറയേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ കാര്യം തെറ്റായിരുന്നോ ശരിയായിരുന്നോ? രണ്ടാലൊന്ന് പറഞ്ഞിട്ടേ ഇനി മൈക്ക് വെക്കാവൂ. അതാണ് ആദ്യമായി പറയേണ്ടത്. ഞങ്ങൾ ശരിക്കും അസല് പഠിച്ചിട്ട് തന്നെ അതങ്ങോട്ട് പഠിപ്പിച്ചു തരികയും ചെയ്യും. പഠിക്കാൻ യോഗ്യതയുള്ള വല്ലതും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു കണ്ട വിഭാഗത്തായിട്ട് നടക്കാൻ മൂപ്പര്. കുട്ടി അതല്ല, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി. അത് മുസ്ലിമീങ്ങൾ സഹാബത്ത് ഏറ്റെടുത്തു, കൈമാറിക്കൊടുത്തു. ഈ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തി തെറ്റാണോ ശരിയാണോ? മനസ്സിലാവണില്ലേ? തെറ്റാണോ ശരിയാണോ? നിങ്ങളുടെ ഉസൂൽ വെച്ചെന്ന് പറഞ്ഞോ? ഈ വലിയ ഉസൂൽ പഠിച്ചിട്ട് ഇങ്ങനെ ഇബാറത്തായിട്ട് നടക്കല്ലേ? രണ്ടാലൊന്ന് ആ വിഷയത്തിൽ പറയണം. അതിനാ മൈക്കെടുക്കേണ്ടത്. ഇനി
ആ കണ്ട ഇബാദത്തിന്റെ ഉസ്താദിന്റെ തലമണ്ടക്ക് വീണ്. അതാണ് ഇപ്പൊ ഇബാദത്തിലെ അസ്ല് തവക്കുഫാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് ഉസ്താദ് ആണോ അല്ലേ എന്ന് പറയാം. ഇബാദത്തിലെ അസ്ല് തവക്കുഫാണെന്ന് പറഞ്ഞാൽ നിനക്ക് തിരിഞ്ഞിട്ടില്ല, തിരിയാൻ മാത്രം വഹാബി ഇവിടെ വളർന്നിട്ടില്ല. മനസ്സിലായ? പക്ഷെ അത് തിരിഞ്ഞ ആളുകളാണ്, ആ അസ്ല് ശരിക്ക് തിരിഞ്ഞ ആളുകളാണ് സഹാബിമാര്. ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞ ആളുകളാണ്. അവരത് നടപ്പിലാക്കിയത്. എന്താണ് തവക്കുഫ് എന്ന് പറഞ്ഞാൽ എന്തല്ല എന്നത് തിരിച്ചറിഞ്ഞ ആളുകളാണ്. അവരത് നടപ്പിലാക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയത് തെറ്റോ ശരിയോ? എന്താ നീ അത് ഉണ്ടാത്തത്? എന്താ ഇയാൾ അതും ഉണ്ടാത്തത്? എന്തത്ര പേടി? രണ്ടാലൊന്ന് പറഞ്ഞോ. ഉമർ, നിങ്ങൾക്കിപ്പോ എന്തും നടക്കുമല്ലോ, എന്തും നടക്കുമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ പ്രവൃത്തി തെറ്റോ ശരിയോ? കേൾക്കണില്ലേ? തെറ്റോ ശരിയോ? അതൊന്നും ഇങ്ങോട്ട് പറ, ബാക്കി ഞാൻ പഠിപ്പിച്ചുതരാം. ചോദ്യത്തിനല്ല, ഞാനല്ലേ ചോദ്യം ചോദിച്ചത്. അതിനൊരു മറുപടി ഉസ്താദിന് പറയാൻ പറ്റൂല? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂ റാഫി, അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തവഖുഫ്, അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന്. അതാണ് വിഷയം. നിങ്ങളിപ്പോ ഇന്ന് മനസ്സിലാക്കിയതല്ല ഇത് ശരിയെന്ന്. നിങ്ങൾക്ക് അത് ആ ഇബാദത്ത് നിങ്ങൾ അവിടെ കണ്ട്, പക്ഷെ അതിന്റെ താല്പര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ബഹുമാനപ്പെട്ട ജലീൽദാരിമി ഉസ്താദ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നടപ്പിലാക്കുകയും ബഹുമാനപ്പെട്ട സഹാബത്ത് എല്ലാവരും അത് അംഗീകരിക്കുകയും ചെയ്തു. ഒരൊറ്റ സഹാബികൾപ്പെട്ട ഒരാൾ പോലും അതിനെ എതിർക്കുകയും ചെയ്തില്ല. എന്ന് മാത്രമല്ല, അതിനുശേഷം മുസ്ലിം ലോകം മുഴുവൻ അത് അംഗീകരിച്ചു. അത് തെറ്റായിരുന്നോ അല്ലേന്നാ അപ്പൊ നിങ്ങളോട് ചോദ്യം. നിങ്ങൾ മൈക്കെടുത്ത് പറഞ്ഞോടി, അത് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് തെറ്റാണ്, ഈ അസ്ലിനെതിരാണത്. അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തവഖുഫ് എന്ന ആ അസ്ലിനെതിരാണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്. ബഹുമാനപ്പെട്ട സഹാബത്ത് അംഗീകരിച്ചതൊക്കെ തെറ്റാണ്. അത് പറഞ്ഞോളി നിങ്ങൾ. എന്നപ്പോ ബാക്കി പിന്നെ തീരുമാനിക്കാമല്ലോ. അതൊന്ന് പറഞ്ഞോളി മൈക്കെടുത്തിട്ട്. ഉസ്താദ് നൂർ ഫൈസി ഉസ്താദ്, ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ഉസ്താദാണ്. ഞാൻ മുമ്പും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഉസ്താദിനോട്. അതേ സ്ഥിതിക്ക് തന്നെയാണ് ചോദിക്കുന്നത്. ഇബാദത്ത് അതായത് തോന്നിയതുപോലെ ഓരോരുത്തർക്ക് ഉണ്ടാക്കാൻ അനുവദനീയമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിനൊരു ഓരോരുത്തർക്കിനെ കുറിച്ചല്ല, എന്നെ സൂചിപ്പിക്കൊന്നും വേണ്ടല്ലേ. ഓരോരുത്തരിനെ കുറിച്ചല്ലേ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അല്ലേ? ഇബാദത്ത് ഓരോരുത്തർക്ക് തോന്നിയ മാതിരി ആക്കാൻ പറ്റുമോ? അതല്ലേ പറഞ്ഞ വിഷയമുള്ളത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നടപ്പിലാക്കുകയും അത് ബഹുമാനപ്പെട്ട സഹാബത്ത് മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തു. ഒറ്റ സഹാബിയും എതിർക്കുകയും ചെയ്തില്ല. അത് തെറ്റായിരുന്നോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. അതാണ് ഇപ്പൊ ജലീൽദാരി ഉസ്താദ് ചോദിച്ചത്. നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലായില്ലേ? അത് മൈക്കെടുത്തുകൊണ്ട് നിങ്ങൾ പറയേണ്ട അത് തെറ്റായിരുന്നു എന്ന് പറയാം. ഇപ്പൊ തെറ്റായിരുന്നുവെങ്കിൽ അതല്ല, അല്ലെങ്കിൽ വേറെ നിങ്ങൾ ഉദ്ദേശിച്ച പറഞ്ഞോളി. ഇതിന് മറുപടി പറഞ്ഞോളി. തോന്നിയതുപോലെ നടപ്പാക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. മൂപ്പരെ വാക്കിൽ നിന്ന് അതിന്റെ ധ്വനി വരുന്നുണ്ട്. അതെന്നെ വീണ്ടും പുറത്തു ചാടേണ്ടത്. സഹാബത്ത് തോന്നിവാസം നടപ്പിലാക്കിയതാണോ? അതങ്ങോട്ട് തുറന്നു പറഞ്ഞോളൂ. അതിനാണ് ഈ പിടിച്ച് മൂക്കേറുന്നതേ. അത് മനസ്സിലായില്ലേ? തോന്നിയതുപോലെ നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പൊ എന്താ ഇതിനാ പറഞ്ഞാലും ധ്വനി എന്താ ചുരുക്കം? ആ ഉള്ളിലിരിപ്പുണ്ടല്ലോ, ആ കുരുത്തക്കേട് ഉള്ളിൽ കയറുന്ന ചീഞ്ഞളിയുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം പോക്ക് ചെറുതല്ല, അത് എവിടൊക്കെ ചെല്ലണമെന്ന് ശരിക്കും ആലോചിക്കണം. മനസ്സിലായ? തോന്നിയതുപോലെ നടപ്പിലാക്കാൻ പറ്റും. തോന്നിവാസം നടപ്പിലാക്കിയവരാണ് എന്നോ? അതാണ് ജൂതന്മാർ ലക്ഷ്യമാക്കുന്നത്. അതിലാണ് നിങ്ങൾ ചെന്ന് അകപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കുട്ടി അങ്ങനെയല്ല. അസ്ലു ഫിൽ ഇബാദത്തി എന്ന് പറഞ്ഞ ആ അസ്ലിനെ സംബന്ധിച്ചാണ് സംസാരം. മനസ്സിലായ? രൂപത്തെ സംബന്ധിച്ചല്ല. അത് അസ്ൽ സ്ഥിരപ്പെടുത്തി റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിപ്പിച്ചതും. മനസ്സിലായ? അതൊക്കെ ഞാൻ ഇരുന്ന് പഠിപ്പിച്ചുതരാം. ഇത് രണ്ടാലൊന്ന് തീരുമാനാക്ക്. ഉമർ റളിയല്ലാഹു അൻഹു തോന്നിവാസം നടപ്പിലാക്കി എന്നാണ് നിന്റെ വാക്കിന്റെ ധ്വനി. അതിനൊന്നും ഇങ്ങോട്ട് വ്യക്തമായി പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് നിങ്ങൾ തിരിഞ്ഞിട്ട് തന്നെ ഈ പറയിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയത് തെറ്റോ ശരിയോ? ഉമർ റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ അസ്ൽ തിരിയാണ്ട് നടപ്പിലാക്കിയതാണോ? അതല്ല തിരിഞ്ഞും കൊണ്ട് മനഃപൂർവ്വം ദീനുകൊണ്ട് കളിച്ചതാണോ? തെറ്റാണോ ശരിയാണോ എന്നൊന്നും ഇങ്ങോട്ട് വിട്ടു. എന്തത്ര പ്രയാസോ? എന്തിനെങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയതിനെ സംബന്ധിച്ച് വഹാബിസത്തിന്റെ നിലപാട്? തെറ്റോ ശരിയോ?
അതെ റൂം നിങ്ങളതാണ്. അപ്പൊ നിങ്ങൾക്ക് മൈക്കെടുത്തിട്ട് എന്തും പറയാ. അത് നിങ്ങൾ പറഞ്ഞു, നിങ്ങളും അള്ളാഹുമായിട്ട് നോക്കൂ. അതിലും നിനക്ക് ഞാനതിൽ വിഷമിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിന് തന്നെയാണെങ്കിലും ഒരു ഇബാദത്ത് ഉണ്ടാക്കാൻ അള്ളാഹു അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടുണ്ടോ? പിന്നെ എന്തിനാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? നമുക്ക് ഇബാദത്ത് പഠിപ്പിക്കാനല്ലേ വന്നത്. ആ പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. നിങ്ങൾ പിന്നെ എങ്ങനെയാണ് 20 മാത്രമേ പാടുള്ളൂ, 20-ൽ ചുരുങ്ങിയ നിസ്കരിക്കുന്നവൻ മുബ്തദിയാണെന്ന്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് തെറ്റോ ശരിയോ എന്ന് പറയാൻ വഹാബികൾക്ക് കഴിയില്ല. നേരത്തെ ഇസ്ലാഹിക്ക് സംഭവിച്ചത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. വഹാബികളിൽ ഒരൊറ്റ ഒരുത്തം പോലും ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് തുറന്നു പറയാൻ വഹാബി വർഗത്തിൽ ഒരൊറ്റ ഒരുത്തനും കഴിയില്ല. അതും ഇവിടെ ഇപ്പതാ തെളിഞ്ഞു. നേരത്തെ ഇസ്ലാഹിക്ക് പറ്റിയത് തന്നെയാണ് ഇപ്പൊ അബൂ റഫീനും പറ്റുന്നത്. മനസ്സിലായ? അതന്നെ പറ്റുന്നത്. പിന്നെ 8 റക്അത്ത് നമസ്കരിക്കുന്നവൻ ബിദ്അത്തുകാരനാണെന്ന് ഞങ്ങൾ പറയുന്നു. ഇങ്ങോട്ട് ചാരിയിട്ട് തടിയെടുക്കാനൊന്നും നോക്കണ്ട. ഞങ്ങളുടെ നിലപാട് തുടക്കത്തിലെ ഞങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട നൂർ വൈസ് ഉസ്താദ് വളരെ കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് തറാവീഹിന്റെ പൂർണ്ണരൂപം 20 റക്അത്താണ്. അതാണ് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കി കാണിച്ചു തന്നത്, പ്രവർത്തിച്ചു. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? സഹാബത്തിന്റെ പ്രവൃത്തിയെ പിൻപറ്റാൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് വഹാബികൾക്ക് ബാധകല്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ ഒരു അസലാണ്. അത് നിങ്ങൾ പണ്ട് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ മറന്നിട്ടില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഓർമ്മ വെച്ചുകൊണ്ട് തന്നെ ഇപ്പൊ പറയുന്നതൊക്കെ. അതേസമയം 20 റക്അത്ത് നമസ്കരിക്കുക എന്നത് അതിന്റെ പൂർണ്ണരൂപമാണ്. ഒരാൾ 10 റക്അത്ത് നമസ്കരിച്ചു, അത്ര ആൾക്ക് സാധിച്ചുള്ളൂ. വിരോധമല്ല, കൂലി കിട്ടുന്ന. അത് ബിദ്അത്താന്നല്ല ഞങ്ങൾ പറയണത്. 2 റക്അത്ത് നമസ്കരിക്കാൻ സാധിച്ചുള്ളൂ, അതിന്റെ കൂലി കിട്ടും. തെറ്റല്ല, അനുവദനീയമാണ്. സാധിച്ചില്ലെങ്കിൽ അത്ര മതി, അതിന്റെ കൂലി കിട്ടും. അല്ലല്ലാതെ 2 റക്അത്ത് നിസ്കരിച്ചവനും 6 റക്അത്ത് നിസ്കരിച്ചവനും ബിദ്അത്താണ്, നരകക്കാരനാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, പറയൂല. കാരണം ഞങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പറയുന്നവരാണേ. കാരണം ഞങ്ങളുടെ വകല്ല, അത് ആധികാരികമായി മഹാന്മാര് പഠിപ്പിച്ചതനുസരിച്ച് എടുത്തു പറയുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ മലക്കം പറയേണ്ട കാര്യമില്ല. എന്ത് വേണമെങ്കിലും കൃത്യമായി പറയാൻ ഞങ്ങൾക്ക് കഴിയും. അതേസമയം നീ നോക്ക്, അബൂ റഫീ നോക്ക്, അള്ളാന്റെ റസൂലിന്റെ സഹാബിമാരിൽ പ്രഗത്ഭനായ അള്ളാന്റെ റസൂല് എല്ലാ വക അംഗീകാരം കൊടുത്തുകൊണ്ട് പിൻപറ്റണമെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തിയെ സംബന്ധിച്ച് തെറ്റോ ശരിയോ എന്ന് പറയാൻ നിങ്ങൾക്കാവൂല. കണ്ടോ, നിങ്ങളുടെ ഗതികേട് കണ്ടില്ലേ? ഇതിന്റെ പേര് പാണ്ഡിത്യമൊന്നല്ല, തൗഹീദ് എന്നല്ല, ഖുർആൻ സുന്നത്ത് എന്നല്ല, ഗതികേട്. ഇതിന്റെ പേരെന്താണ്? ഗതികേട്. അല്ലെങ്കിൽ കൃത്യമായിട്ടൊന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തി തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് പറയും, അതല്ല ശരിയാണെങ്കിൽ ശരി എന്ന് പറയും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് നടപ്പിലാക്കിയതാണോ നമുക്കപ്പ പരിശോധിക്കാം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തമായിട്ട് നടപ്പിലാക്കൂല. അതിനൊക്കെ അതിന്റെ വഴിയും കാരണങ്ങളുമുണ്ട്. അത് ആ നിലക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയിട്ടുള്ളത്. മനസ്സിലായ? അത് അനക്ക് എവിടുന്നോ ഒരു ഇബാദത്തിന്റെ കണ്ടം വഹാബി മൗലവിമാര് പഠിപ്പിച്ചു നിൽക്കുന്നത്. അത് ഏറ്റിട്ട് ഇങ്ങനെ വലിയ മൂക്കെടുത്താൽ നടക്കണതല്ല, വില പോകൂല. എങ്കിൽ കൃത്യമായിട്ട് പറയണം, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തി തെറ്റാണോ ശരിയാണോ എന്ന് ഒന്ന് വിട്ടു പറ. എന്താ അതൊന്നും കൊണ്ട് പറഞ്ഞാൽ പറയാൻ നിങ്ങൾക്ക് ആവൂല. കഴിയുമെങ്കിൽ അതാണ് ഇപ്പൊ ഇവിടെ കാണേണ്ടത്. നിങ്ങളിൽ നിന്ന് ഒന്ന് മനസ്സിലായി, പ്രവാചകന്റെ ഇതിൽ നിന്ന് സ്ഥിരപ്പെടൂല 11-ൽ കൂടുതൽ. ആ 11 നിസ്കരിക്കുന്നവരെ നിങ്ങൾ എന്തുകൊണ്ട് മുബ്തദിഅ എന്ന് പറയുന്നു? നിങ്ങൾ 20 റക്അത്ത് തന്നെയാണെന്നൊരു കൃത്യമായി പറയുന്നു. എന്ത് എന്റെ മോൻ അബൂ റഫീ ആ ഉരുണ്ട് കളി ഉണ്ടല്ലോ, അതുകൂടെ ആളുകൾക്ക് ബോധ്യപ്പെടും. വഹാബികൾക്ക് അത് തിരിയാതിരിക്കുള്ളൂ കേട്ടോ. മനസ്സിലായല്ലേ? 11 റക്അത്ത് റസൂൽ നിസ്കരിച്ചു, എന്നിട്ട് അതെന്ത് ചെയ്തു? ഞങ്ങൾ 8-3 ആക്കിയിട്ടുണ്ട് അല്ലേ? ഞങ്ങൾ 8-3 ആക്കിയിട്ടുണ്ട്. നിങ്ങളോട് നിങ്ങളെ കാർന്നവർ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാർന്നവർ ഇബ്നു തൈമിയ്യ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടോ? ഫഖദ് അഖ്തഅ, അബൂ റഫീ ഈ പറയുന്നത് തെറ്റാണ്. 8 റസൂൽ നമസ്കരിച്ചത് എന്ന് വാദം അബൂ റഫീനുണ്ടെങ്കിൽ പിടിച്ചോ അബൂ റഫീയെ, നീ പറയുന്നത് തെറ്റാണെന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അള്ളാന്റെ റസൂൽ അങ്ങനെ കൃത്യമായിട്ട് 8 എന്ന് പഠിപ്പിച്ചിട്ടില്ല. 8 എന്ന് പഠിപ്പിച്ചിട്ടില്ല. അത് നിങ്ങൾ പറയുന്നത് നുണയാണ്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ വഹാബികള് നുണ പറയുന്നവരാണ്. ആരാ പറയണത്? ഇബ്നു തൈമിയ്യാണ് ആ കൃത്യമായിട്ടാ പഠിപ്പിച്ചത്. അള്ളാന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല.
അത് 8 എന്ന് വാദിക്കുന്നവർ നുണ പറയുന്നവരാണ്. 20 എന്ന് എങ്ങനെ ഞങ്ങൾ പറഞ്ഞു? 20 എന്ന് ഞങ്ങൾ പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ സഹാബിമാരിൽ പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കൃത്യമായി 20 റക്അത്ത് നിസ്കരിപ്പിച്ചിട്ട് കാണിച്ചു കൊടുത്തു, ജനങ്ങളോട് നിസ്കരിപ്പിച്ചു, അത് സഹാബത്ത് കൈമാറി തന്നു. അത് പ്രകാരം ഞങ്ങൾ 20 എന്ന് പറയുന്നു. ആധികാരികമായി സ്ഥിരപ്പെടേണ്ട തരത്തിൽ സ്ഥിരപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ അത് പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഞങ്ങൾ കൃത്യമായ എണ്ണം പറയുന്നില്ല. തുടക്കം മുതൽക്കേ ഞങ്ങൾ പറയുന്നവരാണ്. 8 എന്നും പറയാൻ പാടില്ല, അല്ലാത്തതും പറയാൻ പാടില്ല. അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് കൃത്യമായി വന്നിട്ടില്ല. ഞങ്ങളുടെ കാര്യം വളരെ വ്യക്തമാണല്ലോ, വളരെ കൃത്യമാണല്ലോ, വളരെ വ്യക്തമായി ഞങ്ങൾ അത് ഇബ്നു തൈമിയ്യ പറയുന്നു 20 റക്അത്ത്. അത് ഒരുപാട് റിപ്പോർട്ടുകളിൽ വന്നതാണ്, നമ്മൾ നേരത്തെ ഉദ്ധരിച്ചല്ലോ. അത് കൃത്യമായി സ്ഥിരപ്പെട്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ നടപ്പിലാക്കിയത്. അതുകൊണ്ട് ഒരു നിലക്കും ഇത് എവിടുന്ന ഇവന്റെ അബൂ റഫി ഇപ്പൊ ആ അടിച്ച ഇബാറത്തുണ്ടല്ലോ, ഇത് എവിടെ നിന്നാണ് അടിച്ചത് എന്നൊന്ന് ഒന്ന് പറയണോട്ടോ. അബൂ റഫീന്റെ കളിയുണ്ടില്ലേ, നടക്കൂല കുട്ടിയെ. ഇപ്പൊ അടിച്ചിട്ടുള്ള ഇബാറത്തുണ്ടല്ലോ, എവിടെ നിന്നാണ് ആ ഇബാറത്ത് എന്നൊന്ന് പറയണം. പൊള്ളുന്നുണ്ടല്ലോ ഉസ്താദെ. അപ്പൊ റസൂലുള്ളാഹിയിൽ നിന്നിട്ട് അങ്ങനെ ഒരു സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇമാം സുയൂത്തിയും അത് പറഞ്ഞു. ആണത്തമുണ്ടോ നിനക്ക്? ഈ 150ഓളം ആളുകളെ ഇരുത്തിയിട്ട് അബൂ റഫീന്റെ ആണത്വം ഞാൻ ഇവിടെ വെല്ലുവിളിക്കുകയാണ്. എന്താ ഈ മനസ്സിലാക്കിയത്? അബൂ റഫീന്റെ ആണത്വം തൂക്കുകയാണ്. സഹോദരന്മാരെ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. അബൂ റഫീന്റെ ആണത്വം നമ്മൾ ഇവിടെ തൂക്കുകയാണ്, അല്ല വഹാബികളുടെ ആണത്വം. അബൂ റഫീ തന്നെ ഒരു വ്യക്തിയല്ല നമുക്ക് വിഷയം. വഹാബികളുടെ ആണത്വം നമ്മൾ ഇവിടെ തൂക്കുകയാണ്. ഞാൻ കൃത്യമായി ചോദിക്കുന്നു, അബൂ റഫീ ഇപ്പൊ ഇവിടെ പേസ്റ്റ് ചെയ്ത ഇബാറത്ത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? പറയാൻ ആണത്വമുണ്ടോ? അതിങ്ങോട്ട് കാണിക്ക്. ബാക്കി ഞാൻ പറഞ്ഞു. എന്താ പുറത്തുന്നത് ആവർക്കോ പരിശോധിക്കാം. ഗൂഗിൾ കിതാബിലേ പരതായിരിക്കും. ഇപ്പോ എവിടെന്നെങ്കിലും വല്ല മുറിമൊല്ലമാര് കുത്തി കുറിച്ച് വെച്ചത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യേ. എന്നിട്ട് മൂപ്പരിപ്പോ ഗൂഗിൾ കിതാബിൽ പരതായിരിക്കും പോയിട്ട് അല്ലേ? എന്റെ ഒന്ന് പേസ്റ്റ് ചെയ്യണതിന് മുന്നേ എവിടെന്നാ വാരി വലിച്ച് കൊണ്ടുവരുന്നത്? ഇതാ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്. കണ്ടടത്ത് കണ്ടൊക്കെ എഴുതി വെച്ചത് അങ്ങനെ തന്നെ വാരി വലിച്ച് വിഴുങ്ങിയിട്ട് ദീനാക്കി കൊണ്ട് നടക്കങ്ങളില്ലേ? എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് എന്നവർക്ക് തോന്നിവാസം നടപ്പിലാക്കിയത്ര അല്ലേ? മൈക്കല്ലേ അത്ര നേരം തന്നല്ലോ. എന്താ ഉണ്ടായിരുന്നത്? അബൂ റഫീ പറയേണ്ടത് ഇപ്പൊ കൊണ്ടുവന്ന ഇബാറത്ത് ഏത് വലിയ കിതാബിന്നാണാവോ? കിതാബ് ഏതുമാകട്ടെ ഉസ്താദ്, കിതാബ് ഏതുമാവട്ടെ, കിതാബ് ഏതും ആവട്ടെ എന്നോ? ആഹാ, നിങ്ങളുടെ ഒരു ഇബാറത്ത് പേസ്റ്റ് ചെയ്യാം. അത് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? അതാ ചോദ്യായി. എന്നിട്ട് കിതാബ് എവിടുന്ന് വാട്ട ഉസ്താദേന്ന് നിങ്ങളിപ്പോ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങളൊരു ഇബാറത്ത്, അതുകൊണ്ട് നിങ്ങൾ മൈക്കെടുത്ത് അതാ വേണ്ടത്. ഞാൻ ആ പേസ്റ്റ് ചെയ്തത് കിതാബിത്തെ ഇബാറത്താണ്, ഇന്ന ഇമാം രചിച്ച ഇന്ന കിതാബിത്തെ ഇബാറത്താണ്. അതാണ് നിങ്ങൾ മൈക്കെടുത്ത് പറയേണ്ടത്. മൈക്കെടുത്തോളി, അബൂ റഫീ മൈക്കെടുക്കുക. എന്നിട്ട് ഞാൻ ആ പേസ്റ്റ് ചെയ്തത് ഇന്ന കിതാബിലെ ഇബാറത്താണ്, അത് നിങ്ങളെ പറഞ്ഞാൽ മതി. ഇന്ന ഗ്രന്ഥമാണ്, ഇന്നടുത്താണ്. ഞാനൊരു ഇബാറത്ത് അങ്ങോട്ടൊന്ന് ഇട്ടു എന്നൊന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന ഇബാറത്ത് ഇന്ന കിതാബ് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് 20 റക്അത്ത് പ്രവാചകനിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന്
പ്രവാചകൻ 20 സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്താൽ സ്ഥിരപ്പെടും? മൂപ്പർ ഇന്ന കിതാബിന് മൂപ്പർ പറഞ്ഞിട്ടില്ല, പ്രവാചകന്റെ അടുത്ത് 20 സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. നിങ്ങൾ എന്തിനാണ് ഫേസ് ചെയ്യാൻ തെളിയും? അതുകൊണ്ട് നിങ്ങൾ അതല്ലെന്നല്ല പറഞ്ഞത്, അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെ ഫേസ് ചെയ്തിരിക്കണമെങ്കിൽ ഇന്ന ഇമാമ് രചിച്ച ഇന്ന കിതാബിൽ നിന്നുള്ള ഇബാറത്താണ് അത് എന്ന് പറയൂ. അത് മൈക്കെടുത്ത് പറയും. ഉസ്താദെ, കിതാബല്ല ഇവിടെ ചോദിക്കേണ്ടത്. ഇവിടെ പ്രവാചകനിൽ നിന്ന് 20 സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അത് പറയാദ്യം. പ്രവാചകനിൽ നിന്ന് 20 സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു ഞങ്ങൾക്ക്. സാധു, ഇതന്നല്ലേ ഇസ്രായേലിന്റെയും ഗതി? എന്റെ ആണത്തം ചോർന്നോ? അബൂറഫീന്റെ ആണത്തം ചോർന്നു കേട്ടോ. അബൂറഫീന്റെ ആണത്തം ചോർന്നു പോയി. ഇവിടെ വന്നിട്ട് തോന്നിവാസം കളിച്ചിട്ട്, അത് നിങ്ങളുടെ പെട്ടിപ്പീടിയല് മുറുക്കാൻ കടയിൽ പോയിട്ട് കേട്ടോ. നിങ്ങൾ കുറെ ആളുകൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ, കുറെ മുറുക്കാൻ കട പെട്ടിപ്പീടി തുറന്നിച്ചിരിക്കണ്, അവിടെ പോയിട്ട് ഇതൊക്കെ പാസ്സാക്ക. അത് കേൾക്കാൻ കുറെ പൊട്ടന്മാരുണ്ടാകും. ഇവിടെ വന്ന് അത് വിളമ്പിയാലേ വിവരം അങ്ങോട്ട് അറിയൂ. ഇവിടെ ഞങ്ങൾ തോന്നിവാസം പറയാതിരിക്കുന്നവരല്ല. നിങ്ങളുടെ ഈ മുറിമൊല്ലമാരുടെ തോന്നിവാസങ്ങൾ അത് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാലേ. എന്നിട്ട് വലിയ ഒച്ചയില് മൂപ്പര് ഇബാറത്ത് വായിക്കുകയാണ്, ഇബാറത്ത് പേസ്റ്റ് ചെയ്യാണ് അല്ലേ? അർഹിക്കുന്ന അവഗണനയോടെ കുപ്പത്തൊട്ടിയിലേക്ക് ഞങ്ങൾ എറിയുന്നു. നീ എറിഞ്ഞ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ഇബാറത്ത് മനസ്സിലായ? പറയാന് ഉമർ ഇബ്നു ഖത്താബ് എന്നവർ ചെയ്തതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് പറയാൻ കഴിയില്ല അവർക്ക്. ഏറ്റവും ചുരുങ്ങി ഇവിടെ കൊടുന്ന് ഇബാറത്ത് അടിച്ചിട്ട് അത് ആരതാണെന്ന് പറയാൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ല അല്ലെ? എവിടെ നിന്നാണ് ആ ഇബാറത്ത് കിട്ടി? നിങ്ങൾ ആ പേര് ഇവിടെ പറഞ്ഞാലേ ദുർഗന്ധം ഉണ്ടാവും. നിങ്ങൾക്കറിയാം ആ പേര് ഇവിടെ പറഞ്ഞാലേ നിങ്ങളെ മല്ലമാരുടെ ചില തോന്നിവാസങ്ങളാണ്. അത് ഇവിടെ കൊടുന്ന് പറഞ്ഞാൽ വിവരറിയും, ദുർഗന്ധം ഉണ്ടാവും. നിങ്ങൾക്കറിയാം. അതുകൊണ്ടാ പറയാത്തത്. പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയെ മേലിലെങ്കിലും മനസ്സിലാക്കണം. ഈ ക്ലാസ് റൂമിൽ വന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ടെസ്റ്റ് അടിക്കുമ്പോഴൊക്കെ 10 വട്ടം ആലോചിച്ചിട്ട് വേണം കേട്ടാ. അബൂറഫി ഇനി ചെയ്യേണ്ടത് എവിടെന്നെങ്കിലും ആണത്തം കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. ഇവിടെ വന്നിട്ട് ഇനി എന്താക്കണ്ട, ചാടണ്ട. നിങ്ങൾ പറയും അല്ലാഹുവിന്റെ റസൂൽ 20 റക്അത്ത് നിസ്കരിച്ചുന്നുണ്ടോ നിങ്ങൾ പറയും. ഇപ്പൊ എന്തെന്ന് എത്ര നേരം പറഞ്ഞത്? അപ്പൊ ഇതുവരെ പറഞ്ഞതോ ഒന്നും അങ്ങോട്ട് കേറിയിട്ടില്ല. കേറാണ്ടല്ല, കേറിയെന്നും വന്നാ പിന്നെ ഇവിടെ മൈക്കെടുത്തൊന്നും പറയാനില്ല അല്ലേ? ഇത്രയും സമയം കൃത്യമായി ആവർത്തിച്ചും കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് എന്താ വന്നത്, എവിടുന്ന 20 വന്നത്, 8ന്റെ നിലവാരം എന്താ, ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് മൂപ്പര് പറയാം, നിങ്ങളൊന്ന് പറയും അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് 20 എങ്ങനെ വന്നത്, എവിടുന്ന എന്താ അതിന്റെ അടിസ്ഥാനം പറയുന്നു അല്ലേ? അപ്പൊ ഇതൊന്നും മൂപ്പർക്ക് മനസ്സിലാവാത്തതുപോലെ. അത് മനസ്സിലാവാണ്ടല്ല, അതെല്ലാവർക്കും ഇവിടെ തിരിയുന്നുണ്ട്. പിന്നെന്താ, മനസ്സിലായി എന്ന് വന്നാൽ പിന്നെ മൈക്കെടുത്തൊരു വർഷം പറയാൻ പോലുമില്ല. ഒന്ന് കൃത്യമായി അബൂ റഫീ പറയേണ്ടതേ ആ ഇബാറത്ത് പോട്ടെ, നമ്മൾ വിട്ടുതരാം. എന്തായാലും സാധുവിന്റെ ആണത്തം പോയതല്ലേ. ഇനി കൃത്യമായി പറയേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടോ? പറയേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു അസുല് തിരിഞ്ഞ ആളാണോ അല്ലേ? ദീനിന്റെ അസുല് മനസ്സിലാക്കിയ ആളാണോ അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ആ ചെയ്ത പ്രവൃത്തി ശരിയാണോ തെറ്റാണോ, അത് ദീനിൽ കടത്തിക്കൂട്ടിയതാണോ അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ആ ചെയ്തതിനെ സംബന്ധിച്ച് വഹാബികളുടെ നിലപാട്. അബൂറഫീന്റെ പൊട്ടത്തരല്ല. അബൂറഫീ ഒരാണത്തല്ലാതെ ഒരാളെന്തെങ്കിലും പറയണത് നമുക്കിനി അതല്ല, ഒരു വിലയില്ല അതിന്. നീ ഇനി പറയണതിന് ഒരു വിലയില്ല. നിന്റെ ആണത്താണ് ഞാൻ വെല്ലുവിളിച്ചത്. എനിക്ക് മനസ്സിലാവേണ്ടത് അബൂറഫീന്റെ ആണത്തത്തെ തൊട്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഇബാറത്ത് എവിടുന്ന് കിട്ടിയതാന്ന് പറയാൻ പറ്റുമോ? ഈ 150 ആളുകൾ ഇത് കേട്ടിട്ടുണ്ട്. ഇനിയും മൈക്കൽ വന്നിട്ട് നിങ്ങളൊന്ന് പറയും. ഊളുപ്പുണ്ടാ കൂട്ടരങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ നിൽക്കുവോ? എന്തെങ്കിലും ഈ ദീന് കൊണ്ട് കളിക്കുന്നത്? ഇവിടെ വന്നാലേ കേൾക്കേണ്ടത് കൃത്യമായിട്ട് കേൾക്കൂട്ടോ. ഇവിടെ ബഹുമാനം ആദരവ് എന്നൊക്കെ പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാനുള്ളതാ. ഈ ആദി കോപ്പറാട്ടി കളിക്കുന്നവർക്ക് അവർക്ക് അർഹതപ്പെട്ടതാ ഞങ്ങൾ കൊടുക്കുക. അതിലൊന്നും ഇവിടെ യാതൊരു വിഷമവുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് മൈക്ക് എടുക്കുകയാണെങ്കിൽ കുട്ടി പറയേണ്ടതേ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തി ശരിയോ തെറ്റോ എന്നാണ്. ഏതാണെന്ന് വഹാബികളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ
പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വഹാബി ഉമർ റളിയല്ലാഹു അൻഹു അന്നാ ചെയ്ത പ്രവൃത്തി ശരിയാണെന്നോ തെറ്റാണെന്നോ പറഞ്ഞത് എവിടെന്നെങ്കിലും കേട്ടൊരു വിവരമെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനൊരു വിവരമെങ്കിലും ഉണ്ടെങ്കിൽ അബൂ റഫീ മൈക്കെടുത്തിട്ട് ഇന്നതാണ് വഹാബിസത്തിന്റെ വിഷയത്തിലെ നിലപാട്, ആ ചെയ്തത് ശരിയായിരുന്നു അല്ല തെറ്റായിരുന്നു ഒന്ന് പറയാം. എന്നിട്ടാണ് നമുക്ക് അസ്ൽ പരിശോധിക്കൽ കേട്ടോ. ആദ്യം അസ്ൽ പഠിച്ചിട്ട് മതി ഉസ്താദേ. നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങനെ ബബ്ബബ്ബ, നിങ്ങളെ ബബ്ബബ്ബ നിങ്ങളൊരു തെളിവാണത്, നിങ്ങൾക്കൊരു പ്രമാണമാണ്, ഞങ്ങൾക്ക് പ്രമാണല്ലേ ബബ്ബബ്ബ. എന്റെ അബൂ റഫീ ഈ റമളാൻ മാസത്തിലല്ലേ എനിക്ക് എന്തെങ്കിലും സുബ്ഹാനല്ലാഹി കൂടെ പോയിരുന്നിട്ട് നിനക്ക് പോയിരുന്നു വല്ല സുബ്ഹാനല്ലാഹി കൂടെ? ബബ്ബബ്ബയാണത്രേ. ഇത്ര നേരം പറഞ്ഞതൊന്നും കേറിയിട്ടില്ല, കേറൂല. കേറിയാണെങ്കിൽ ഇങ്ങനെ വസ്തുത യഥാർത്ഥം മനസ്സിലാകുകയാണെങ്കിൽ പിന്നെ ഇവിടെ വഹാബിസ് അല്ല. വഹാബിസ് എന്ന് പറഞ്ഞാല് വെറും തെൽബീസുകളാണ്. തെൽബീസ് ഇബ്ലീസാണ്. ഇബ്ലീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പലതും തെൽബീസാക്കി തരുന്നു. അതാണ് വഹാബിസം. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് തറാവീഹ് സംബന്ധമായി നിങ്ങളുടെ നിലപാട് എന്താണെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. എട്ടാണെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കുക, അതിന് ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതല്ലാതെ 8 നമസ്കരിക്കാൻ പാടുള്ളൂ, അതിന്റെ അപ്പുറം നമസ്കരിക്കൽ ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് നിങ്ങൾക്ക് നിലപാടുണ്ടോ ഇല്ലേ? കണ്ടാലൊന്ന് പറയാം. ഉണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. വിഷയം അവസാനിച്ചു. ഉണ്ടോ? ഉണ്ടെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ നൂറ്റാണ്ടുകളായി കഴിഞ്ഞുപോയ മഹാന്മാരിൽ ഒരാളെങ്കിലും, പ്രാമാണികരായ ആരെങ്കിലും ഒരാൾ ആ 8ന്റെ മേലെ തറാവീഹ് നമസ്കരിക്കുന്നത് അനാചാരമാണ്, തെറ്റാണ്, നരകത്തിന് കാരണമാകുന്നതാണെന്ന് നിങ്ങളുടെ വാദം പറഞ്ഞ ഒരൊറ്റ ഇബാറത്ത് എവിടെ നിന്നെങ്കിലും ആധികാരികമായ പ്രമാണത്തിൽ നിന്ന് ഒരൊറ്റ ഇബാറത്ത് കൊണ്ടുവരാൻ ദുനിയാവിൽ മൂക്ക് കീഴ്പ്പെട്ടുള്ള വഹാബികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതാണ് ഇവിടെ കാണേണ്ടത്. ആദ്യം കഴിയില്ലങ്ങൾക്ക്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തി തെറ്റോ ശരിയോ കൃത്യമായി പറയാൻ വഹാബികളുടെ വർഗത്തിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. അത് നിങ്ങൾ കൃത്യമായി പറയണം. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ആണത്തല്ല, നിങ്ങൾക്ക് ദീനുമില്ല. കേട്ടില്ലേ? ഇനി അധികം അബൂ റഫീ എന്താക്കണ്ട, വിഷമിക്കണ്ട. ഞങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. അദ്ദേഹം വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരിക്കും. മാനസികമായി വല്ല വിഷമം ഏറ്റിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. പക്ഷെ ദീന് കൊണ്ട് കളിക്കുന്ന ആളുകളെ ഞങ്ങൾ വെറുതെ വിടൂല്ല, നിലക്ക് നിർത്തുക ചെയ്യും. മനസ്സിലായില്ലേ? അതിൽ സംശയവും വേണ്ട. അതുകൊണ്ട് ഇത് രണ്ടാലൊന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ പോയി വേറെ വല്ല പണി നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഉസ്താദ് ജലീൽ ദാരിമി അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ആദ്യം മുതൽ ഇതുവരേക്കും സമർപ്പിച്ചത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് എത്ര റക്അത്താണ് റസൂൽ തറാവീഹ് നിസ്കരിച്ചത് എന്ന കാര്യം സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര റക്അത്താണ് തറാവീഹ് നിസ്കരിച്ചത് എന്ന കാര്യം സ്ഥിരപ്പെട്ടിട്ടില്ല. അതേസമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നടപ്പിലാക്കുകയും അത് ബഹുമാനപ്പെട്ട സഹാബത്ത് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു. സഹാബികളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ പോലും അത് എതിർത്തില്ല. അതാണ് 20 റക്അത്ത് ഞങ്ങൾ നിസ്കരിക്കുന്നതിന് തെളിവ്. ഞങ്ങൾ നിസ്കരിക്കുന്ന തെളിവ് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറാവീഹ് എത്ര റക്അത്താണ് നിസ്കരിച്ചത് എന്ന കാര്യം സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെയോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഉമർ റളിയല്ലാഹു 20 റക്അത്ത് നിസ്കരിക്കുകയും അത് സഹാബത്ത് എല്ലാവരും അംഗീകരിച്ചു. ഒരൊറ്റ കുട്ടി പോലും അതിനെ എതിർക്കുകയും ചെയ്തില്ല. ഞങ്ങളുടെ തെളിവ് അതാണ്. 20 റക്അത്ത് നിസ്കരിക്കുന്ന തെളിവ് അതാണ്. പിന്നെ ഉമർ റളിയല്ലാഹുവിന് അങ്ങനെ നടപ്പിലാക്കാൻ അധികാരമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പിന്നുള്ളത്. അത് അധികാരം ഇല്ലെങ്കിൽ അധികാരം ഇല്ല, ഉമർ റളിയല്ലാഹു ചെയ്താൽ തെറ്റാണ് എന്ന് അദ്ദേഹം അബൂ റഫീനോട് മൈക്കിട്ട് പറയാൻ പറഞ്ഞല്ലോ. ഉമർ റളിയല്ലാഹു ആ ചെയ്തത് തെറ്റാണ്, ബഹുമാനപ്പെട്ട സഹാബത്തൊക്കെ അംഗീകരിച്ചും തെറ്റാണ്. അതാണ് മൈക്കിട്ട് പറയാനുള്ള ധൈര്യം വേണ്ട അല്ലേ? പിന്നെ മൂപ്പര് വേറൊരു കാര്യം, ഒരു ഇബാറത്തിന്റെ ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞു ആ ഇബാറത്ത് ഏത് കിതാബിൽ നിന്നുള്ളതാണ് എന്ന്. ഒരു ആൺകുട്ടിയോടാണെങ്കിൽ അതല്ലേ, ഒരു റൂമിൽ വന്നിട്ട് ഒരു മൈക്കെടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുകയും പിന്നെ അതിന് ആ മൈക്കെടുത്ത് സംസാരിക്കുന്നതിന് തെളിവായിക്കൊണ്ട് അവർ ഇബാറത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് പറയാനുള്ള ഇത് വേണ്ടേ? ഇന്ന കിതാബിൽ നിന്ന്.
ഇന്ന ഇമാമിന്റെ ഇന്ന കിതാബിലത്തെ ഇബാറത്താണ് ഞാൻ പേസ്റ്റ് ചെയ്തത്. അത് പറയാനുള്ള ധൈര്യം വേണ്ടേ? അദ്ദേഹത്തിന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അബൂ റഫീന്റെ അത് തികച്ചും ബാധിച്ചു. അഷ്റഫ് പൂനൂർ മൈക്കിട്ടോളൂ. അഷ്റഫ് പൂനൂർ കുറച്ചുകൂടെ മാന്യത പിന്നെ കാണിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അഷ്റഫ് മൈക്കിട്ടോളൂ. അല്ലാതെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എനിക്ക് സംസാരിക്കാൻ ചില പ്രയാസങ്ങളുണ്ട്. ഒരു ചർച്ചക്ക് ഉള്ള സമയമില്ല. കേൾക്കുന്നുണ്ടോ? ഓക്കെ. പിന്നെ ഇവിടെ ഈ തറാവീഹുമായി ബന്ധപ്പെട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ കാലത്ത് 20 നിസ്കരിച്ചു. ഇത്ര ശബ്ദമുള്ള മൈക്കില്ല. ലാപ്ടോപ്പിൽ ഇങ്ങനെ സംസാരിക്കാം, മൈക്കില്ല. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 20 നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മറ്റൊരു ഹദീസിൽ കണ്ടു ഉമർ റളിയല്ലാഹു അൻഹു 8 നിസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന്. എൻ്റെ കയ്യിൽ ഇബാറത്തൊന്നും ഒപ്പല്ല, ഞാൻ അത് എവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്? രണ്ടും അപ്പോൾ വൈരുദ്ധ്യമല്ലേ? എന്താണ് അതൊന്ന് വിശദീകരിച്ച കൊള്ളായിരുന്നു. അഷ്റഫ് പൂനൂർ ഉമർ റളിയല്ലാഹു അൻഹു 8 നിസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന ഒരു ഇബാറത്ത് ദുനിയാവിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നാൽ നാളെ മുതൽക്ക് സുന്നികളൊക്കെ തറാവീഹ് 8 റക്അത്ത് നമസ്കരിക്കുന്നതാണ്. എവിടെയോ വായിച്ചതാണ്. ഇൻഷാല്ലാഹ് ഞാൻ ജസ്റ്റ് നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരാം. 8 3 11 എന്നുള്ളതാണ് 8 നല്ലുള്ളത്. 8 3 11 എന്തായാലും ഞാൻ നോക്കട്ടെ ഇൻഷാല്ലാഹ് കേട്ടോ. ഇപ്പൊ തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ കണ്ടില്ലേ അല്ലേ? എന്താണ് ഇല്ലല്ലേ ഡോട്ടൽ ഇനി ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അവിടെ. ഇനി ഇൻഷാല്ലാഹ് മറ്റൊരു അവസരത്തിൽ അഷ്റഫ് വരിക. ഇടക്ക് ഇൻഷാല്ലാഹ് ഇനിയും ഉണ്ടാവില്ല ക്ലാസ്. ഇത് കാരണം ഇപ്പൊ ജലീൽദാരിമി ഇവിടെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ നമ്മളില്ലേ കേട്ടിട്ട് നമ്മളും എടുത്തുക്കണ്. ഇങ്ങനെ കാത്തിരുന്നിട്ടേ ഇത് ഓരോരുത്തരിങ്ങനെ മൈക്കെടുക്കണ കേട്ടു മറ്റൊക്കെ. അപ്പൊ ജലീൽദാരിമി ക്ലാസ് എടുക്കുന്ന ഉസ്താദിന്റെ സ്ഥിതി എന്തായിരിക്കും? കാരണം സമയത്ത് മണിക്കൂറുകളായി ഇത് തുടങ്ങിയിട്ട്. ക്ലാസ് തുടങ്ങി ചോദ്യോത്തരങ്ങളും മറ്റൊക്കെ കൂടായിട്ടേ മണിക്കൂറുകളായി. അപ്പൊ അതിനേക്കാളപ്പുറം ഒരു മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മുടെ കാര്യം എത്ര വ്യക്തമാണ് അല്ലേ? എത്ര വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ജലീൽദാരിമി അദ്ദേഹത്തിന്റെ ക്ലാസിന്റെ ആദ്യം ഇതുവരെയൊക്കെ സമർത്ഥിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര റക്അത്താണ് നിസ്കരിച്ചത് എന്നുള്ള കാര്യം സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ അബൂ റാഫി അല്ലേ ബബ്ബാന്ന് ഉസ്താദ് ബബ്ബ, അയാള് ഒരു ഇബാദത്ത് പേസ് ചെയ്ത് ഏത് കിതാബിൽ പറയാൻ ധൈര്യമില്ലാത്ത മനുഷ്യനാണ് ബബ്ബാന്ന് അടിക്കുന്നത്. നാണുണ്ടോ ചെങ്ങ? എനിക്ക് നാണുണ്ട് ഇതിനൊക്കെ. ഒരു മനുഷ്യൻ ഒരു ഇവിടെ പേസ്റ്റ് ചെയ്യുക, അയാൾ വാദിക്കുന്ന വാദത്തിന് തെളിവായിട്ട് ഒരു ഇബാദത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എവിടുന്ന് ആ ഇബാദത്ത് എവിടുന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ അതുപോലും പറയാനുള്ള ധൈര്യമില്ലാത്ത മനുഷ്യൻ. എന്നിട്ട് നമ്മോട് പറഞ്ഞത് ബബ്ബ എത്രേ ഒരു ചെങ്ങ, ഞങ്ങൾക്കൊക്കെ എന്തൊക്കെ പറ്റിയത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര റക്അത്താണ് തറാവീഹ് നിസ്കരിച്ചത് എന്നുള്ളത് വ്യക്തമായി വന്നിട്ടില്ല. എത്ര റക്അത്താണ് കാര്യം വ്യക്തമായി വന്നിട്ടില്ല. എന്നാൽ എന്തുകൊണ്ട് നമ്മൾ 20 റക്അത്ത് നിസ്കരിക്കുന്നു? ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നടപ്പിലാക്കി. ബഹുമാനപ്പെട്ട സഹാബത്ത് എല്ലാവരും അത് അംഗീകരിച്ചു. സഹാബികൾപ്പെട്ട ആരും എതിർക്കുകയും ചെയ്തില്ല. അതാണ് നമ്മുടെ തെളിവ്. നമ്മൾ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. എന്നാൽ മറ്റുള്ളവർ ഉമർ റളിയല്ലാഹു അൻഹു ആ ചെയ്തത് തെറ്റാണോ ശരിയാണോ മൂപ്പർ ഇങ്ങനെ പറഞ്ഞു. അതിന് അധികാരമുണ്ടോ പറയാനല്ലാതെ ഉമർ റളിയല്ലാഹു അൻഹു ആ ചെയ്തത് തെറ്റാണോ അദ്ദേഹത്തിന് പറയാൻ ധൈര്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട അഷ്റഫ് പൂനൂർ പിന്നെ വേറൊന്ന് പറഞ്ഞു. അതിന് ബഹുമാനപ്പെട്ട ജലീൽദാരിമി വളരെ ശക്തമായൊരു മറുപടി അല്ലേ, അങ്ങനെ 8 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞതായി തെളിയിക്കുകയാണെങ്കിൽ ഇനി അവർക്ക് സുന്നികളെല്ലാവരും 8 റക്അത്ത് നിസ്കരിച്ചോളാം. എന്തിനേക്കായി പറഞ്ഞ വേണ്ടത്? വളരെ വ്യക്തമായ അല്ലേ, വളരെ വ്യക്തമായ മറുപടി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അഷ്റഫിനെ ആക്ഷേപിക്കില്ല കേട്ടോ. അഷ്റഫ് വളരെ മാന്യമായി മാത്രം കൈകാര്യം ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ ആയിട്ടുള്ള. മറ്റു അഷ്റഫ് വരണം. ജലീൽദാരിമിയുടെ ക്ലാസ്സൊക്കെ ഇനിയും ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ വരണം എന്നുകൂടി അറിയിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ജലീൽ ദാരിമിക്ക് സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇതിൽ പല ആളുകളും പങ്കെടുത്ത് സംസാരിച്ചു. പല ആളുകളും വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. എല്ലാവർക്കും ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട്
ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ലാസ് എടുത്ത ഉസ്താദിനും ശ്രവിച്ചവർക്കും എല്ലാവർക്കും അള്ളാഹു നല്ല സവാബ്, ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉപകാരം ലഭിക്കുന്ന സവാബ് പ്രദാനം ചെയ്യട്ടെ. ഇത് മീസാനിൽ വലിയ ഭാരം നൽകുന്ന അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ സഹോദരന്മാർക്കൊക്കെ, ഈ തെറ്റിദ്ധരിച്ചിരിക്കുന്ന സഹോദരന്മാർക്കൊക്കെ സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് റയ്യാൻ സോങ് ഒരിക്കൽ കൂടി പ്രേ ചെയ്തുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കണം. അതിനുശേഷം മറ്റു വിഷയങ്ങളിലേക്ക്, ബഹുമാനോട് സമദ് ഫൈസൊക്കെ ഉണ്ട്, മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നുകൂടി അറിയിച്ച് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.